Hi students, we will discuss redox reactions in the chapter. That chapter is redox reactions. So, you will redox reactions. What are redox reactions? Redox reactions are reactions in which both oxidation the OX and reduction takes place simultaneously. So, note here redox reaction. Redox reaction or a reaction in which both oxidation and reduction takes place simultaneously. Okay. So oxidation and reduction ഒരുമിച്ച് നടക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ വിളിക്കുക redox reactions. അപ്പോൾ എല്ലാ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസും redox reactions അല്ല. ഓക്സിഡേഷനും റിഡക്ഷനും വിധേയമാവുന്ന റിയാക്ഷൻസിനെയാണ് എന്ത് വിളിക്കുക redox reaction. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഓക്സിഡേഷൻ, അതേപോലെ എന്താണ് റിഡക്ഷൻ, ഇതിന്റെ ഐഡിയാസ് നമ്മൾ അറിയണം. സോ ആദ്യം നോക്കാം വാട്ട് ഈസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷന് പല ഡെഫിനിഷൻസ് ഉണ്ട്. ക്ലാസിക്കൽ കോൺസെപ്റ്റ് ഉണ്ട്, ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഉണ്ട്, മോഡേൺ വ്യൂസ് ഉണ്ട്. സോ എന്താണ് നമുക്ക് ഓക്സിഡേഷന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് അഡീഷൻ ഓഫ് ഓക്സിജൻ, എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് addition of oxygen or an electronegative element. ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിന്റെ അല്ലെങ്കിൽ ഓക്സിജന്റെ അഡീഷൻ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പ്രോസസ്സുകളെ നമുക്ക് വിളിക്കാം ആസ് ഓക്സിഡേഷൻ. അത് ഓക്സിഡേഷന്റെ ഒരു ക്ലാസിക്കൽ ഡെഫിനിഷൻ ആണ്, ക്ലാസിക്കൽ കോൺസെപ്റ്റ് പ്രകാരമുള്ള ഡെഫിനിഷൻ ആണ്. ഓക്കെ, അതേപോലെ മറ്റൊരു ഡെഫിനിഷൻ ആണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് റിമൂവൽ ഓഫ് ഹൈഡ്രോജൻ ഓർ ആൻ ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ് or an electropositive element. ഒരു ഇലക്ട്രോപോസിറ്റീവ് എലമെന്റിന്റെ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ റിമൂവൽ ഉൾക്കൊള്ളുന്ന പ്രോസസ്സുകൾ നമുക്ക് വിളിക്കാം റിഡോക്സ് റിയാക്ഷൻസ്. ഇത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്, അതിനെ നമുക്ക് വിളിക്കാം ആസ് ഓക്സിഡേഷൻ. ഇതെല്ലാം ക്ലാസിക്കൽ കോൺസെപ്റ്റ് പ്രകാരമുള്ള ഡെഫിനിഷൻസ് ആണ്. അതേപോലെ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് പ്രകാരം what is oxidation? It is de-electronation. De-electronation means removal of electron or the removal of electron. So a process which involves removal of electron, loss of electron, that is called as oxidation. അതേപോലെ പുതിയ ഐഡിയ എന്ന് പറയുന്ന ഓക്സിഡേഷൻ നമ്പർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡെഫിനിഷൻ ആണ്. സോ ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് പ്രകാരം നല്ല മോഡേൺ ഐഡിയ ആണ്. സോ അക്കോർഡിംഗ് ടു മോഡേൺ കോൺസെപ്റ്റ് നമുക്ക് പറയാം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ഇൻക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ, പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ഇൻക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഓക്സിഡേഷന്റെ ഡെഫിനിഷൻസ് എഴുതി വെക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്, റിമൂവൽ ഓഫ് ഹൈഡ്രോജൻ ഓർ ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്, ഓർ ഡീഇലക്ട്രോണേഷൻ ഓർ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. അടുത്തത് ഇൻക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ, പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ഇൻക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന തരത്തിലുള്ള പ്രോസസ്സുകളെ വിളിക്കാം ഓക്സിഡേഷൻ. അങ്ങനെയാണ് റിഡക്ഷൻ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്? അഡീഷൻ മാറ്റി റിമൂവൽ ആക്കുക, റിമൂവൽ മാറ്റി അഡീഷൻ ആക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാ റിഡക്ഷന്റെ ക്ലാസിക്കൽ കോൺസെപ്റ്റ് പ്രകാരമുള്ള ഡെഫിനിഷൻസ് എന്തൊക്കെയാ? റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ എൻ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്, addition of hydrogen or an electropositive element, then addition of electronation, de-electronation alla electronation, and process which involves decrease of oxidation number. അതൊക്കെ റിഡക്ഷന്റെ ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യുക. ഓക്സിഡേഷൻ ഡെഫിനിഷൻ, അതേപോലെ റിഡക്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, അടുത്തത് ഓക്സിഡൈസിങ് ഏജന്റ്. എന്താണ്
oxidizing agent or oxidant. Oxidizing agent in the oxidant. So oxidizing agent or oxidant. Oxidizing agent എന്ന് പറഞ്ഞാൽ a substance that helps for oxidation processനെ help ചെയ്യുന്ന substance ആണ്, but itself undergoes reduction. അവൻ എന്തിനു വിധേയമാവും അറിയോ? റിഡക്ഷൻ. നമുക്ക് അതിന് എക്സാമ്പിൾസ് നോക്കാം. സോ അതിന് മുമ്പ് ഓക്സിഡൈസിങ് ഏജന്റ് ഓർ ഓക്സിഡന്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് ഓർ ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ a substance that helps for oxidation, and itself undergoes reduction. സ്വയം റിഡക്ഷന് വിധേയമാവുകയും അതേസമയം ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ വിളിക്കുക ഓക്സിഡൈസിങ് ഏജന്റ് ഓർ ഓക്സിഡന്റ്. അങ്ങനെയാണെങ്കിൽ എന്താ മക്കളെ? റെഡ്യൂസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് ഓർ റിഡക്റ്റന്റ്. റെഡ്യൂസിങ് ഏജന്റ് ഓർ റിഡക്റ്റന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതിക്കോ, എ സബ്സ്റ്റൻസ് ദാറ്റ് ഹെൽപ്സ് ഫോർ റിഡക്ഷൻ, a substance that helps for reduction and itself undergoes oxidation. Okay. അടുത്ത ഞാൻ ചില എക്സാമ്പിൾ റിയാക്ഷൻസ് എഴുതാം. അതിലേത് പ്രോസസ്സാണ് ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് ഒക്കെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കാം. ഓക്കെ, സം എക്സാമ്പിൾസ്. ഓക്കെ, First reaction, ZnO plus C gives Zn plus C. ZnO plus C gives Zn plus C. ക്ലാസിക്കൽ കോൺസെപ്റ്റ് വെച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ മുമ്പ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ഭാഗം. ഓക്കെ, സോ മോഡേൺ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസ്കഷൻ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ഡിഫൈൻ ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. ബാക്കി ക്ലാസിക്കൽ കോൺസെപ്റ്റുകളൊക്കെ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഹിയർ സിങ്ക് ഓക്സൈഡ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? സിങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. സിങ്ക് ഓക്സൈഡ് സിങ്ക് ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ നിന്ന് ആര് പുറത്തു പോയിട്ടുണ്ട്? ഓക്സിജൻ. ആൻഡ് റിമൂവൽ ഓഫ് ഓക്സിജൻ, വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് റിഡക്ഷൻ. സോ ഹിയർ സിങ്ക് ഓക്സൈഡ് undergoes reduction to form what? Zinc. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ റിഡക്ഷൻ എന്ന് വിളിക്കാനുള്ള കാരണം? എങ്ങനെ? എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കാനുള്ള കാരണം? Because this process involves what? Removal of oxygen. ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്, ഓക്സിജൻ പുറത്തു പോകുന്ന പ്രോസസ്സാണ്, and that is defined as reduction. അതേസമയം in this reaction carbon is oxidized to carbon monoxide. It accepts oxygen, it gains oxygen. That means here carbon undergoes what? Oxidation. So carbon എന്തിനു വിധേയമാകുന്നു? Oxidation. എന്തുകൊണ്ട് ഈ പ്രോസസ് ഓക്സിഡേഷൻ ആണ്? കാർബണിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യപ്പെട്ടു. So this process involves what? Addition of oxygen. എന്താണ്? Addition of oxygen. So this is an example for a redox reaction, and in this reaction zinc oxide is reduced to zinc and carbon is oxidized to carbon monoxide. So ഇതിൽ ആരാണ് reducing agent? ആരാണ് reducing agent? Reducing agent definition, that helps for reduction and itself undergoes oxidation. So carbon helps for the reduction of zinc oxide. എന്താ പറയാനുള്ള കാരണം? കാരണം zinc oxide zinc ആയി, റിഡക്ഷൻ ആര് പോയതുകൊണ്ട് ഓക്സിജൻ, ആരായി ഓക്സിജനെ വലിച്ചെടുത്തത്? കാർബൺ. സോ കാർബൺ ആണ് zinc ഓക്സൈഡിന്റെ റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നത്. അതേപോലെ കാർബണിന്റെ ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് zinc ഓക്സൈഡ് ആണ്. zinc ഓക്സൈഡ് ഓക്സൈഡ് കൊടുത്തത് കൊണ്ടാണ്
കാർബൺ ഓക്സിഡേഷൻ സാധ്യമായത്. സോ കാർബൺ ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്യുന്നു സിങ്ക് ഓക്സൈഡ്. സോ സിങ്ക് ഓക്സൈഡിനെ വിളിക്കാം ഓക്സിഡൈസിങ് ഏജന്റ്. അതേപോലെ കാർബൺ സിങ്ക് ഓക്സൈഡ് റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. സോ കാർബൺ ഇസ് കോൾഡ് റെഡ്യൂസിങ് ഏജന്റ്. ഇത്രയോർക്ക് ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആ റിയാക്ടിംഗ് സ്പീഷീസ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഏത് റിയാക്ടിംഗ് സ്പീഷീസിനാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അവൻ ആരാണ്? ഓക്സിഡൈസിങ് ഏജന്റ്. സോ ആരാ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്? കാർബൺ ആണ്. ആരാ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്? ഇൻ ദിസ് കേസ് ആരെ? ഓക്സിഡൈസിങ് ഏജന്റ്, ദാറ്റ് ഈസ് സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് ആണ് ഈ കേസിലെ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് കാർബൺ ഇസ് ദ റെഡ്യൂസിങ് ഏജന്റ്. ക്ലിയർ? അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഓക്സിഡൈസിങ് ഏജന്റ് സിങ്ക് എന്നല്ല പറയേണ്ടത്, സിങ്ക് ഓക്സൈഡിനാണ്. ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ചത്? സിങ്ക് ഓക്സൈഡിനാണ്. സിങ്ക് ഓക്സൈഡിൽ ഏത് എലമെന്റിലാണ്? സിങ്കിനാണ്. അതേസമയം റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് പറയുന്ന എലമെന്റ് മാത്രം പറഞ്ഞാൽ പോലെ കോമ്പൗണ്ട് മൊത്തമായിട്ട് പറയണം. സോ സിങ്ക് ഓക്സൈഡ് ആണ് റിഡക്ഷന് വിധേയമായത്. സിങ്ക് ഓക്സൈഡിലെ സിങ്ക് എന്ന എലമെന്റ് ആണ് റിഡക്ഷന് വിധേയമായിട്ടുള്ളത്. സോ സിങ്ക് ഓക്സൈഡ് ഇസ് ദ ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി ആരാ റിയാക്ഷനിലെ റെഡ്യൂസ്ഡ് പ്രോഡക്റ്റ്? റെഡ്യൂസ്ഡ് പ്രോഡക്റ്റ് റെഡ്യൂസ്ഡ് പ്രോഡക്റ്റ് റെഡ്യൂസ്ഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷനിലൂടെ ഉണ്ടായ പ്രോഡക്റ്റ്. ഏതായത് റിഡക്ഷനിലൂടെ ഉണ്ടായ പ്രോഡക്റ്റ്? സിങ്ക് ആണ്. സോ റെഡ്യൂസ്ഡ് പ്രോഡക്റ്റ് ഇസ് സിങ്ക്. സോ ആരാ റിയാക്ഷനിലെ ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ്? ദാറ്റ് ഈസ് കാർബൺ മോണോക്സൈഡ്. ഓക്സിഡേഷനിലൂടെ ഉണ്ടായ പ്രോഡക്റ്റ് ആണ് ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ്. ആരായുടെ? കാർബൺ മോണോക്സൈഡ്. യെസ്. അടുത്തത് Mg+Cl2 gives MgCl2. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? Mg+Cl2 gives MgCl2. ഇവിടെ മഗ്നീഷ്യം ക്ലോറൈഡ് ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യത്തിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യപ്പെട്ടു. ആൻഡ് ക്ലോറിൻ ഇസ് ആൻ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. സോ ദാറ്റ് പ്രോസസ് ഇസ് ഓക്സിഡേഷൻ. എന്തുകൊണ്ടാണ് ഇത് ഓക്സിഡേഷൻ ആയി? Because that involves what? Addition of an electronegative element. ഇവിടെ നിങ്ങൾ എഴുതണം addition of electronegative element. Okay. ഓക്സിഡേഷന് കാരണം addition of electronegative element. ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിന്റെ അഡീഷൻ ആണ് ഈ പ്രോസസ്സിൽ ഉൾക്കൊള്ളുന്നത്. So this process is oxidation. So here magnesium undergoes oxidation to form magnesium chloride and chlorine എന്താ സംഭവിച്ചത്? ക്ലോറിനും ഇതേപോലെ magnesium chloride ആയിട്ട് മാറിയിട്ടുണ്ട്. അതിലേക്ക് ആര് ആഡ് ചെയ്യപ്പെട്ടു? magnesium is a metal which is an electropositive element. So that involves addition of electropositive element. So we can call this change as what? Reduction. എന്താ വിളിക്കാം? Reduction. So chlorine undergoes reduction to form magnesium chloride. So this process involves what? Addition of electropositive element. ആരാണ്? ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്. യെസ്. അപ്പൊ ആരാ ഈ പ്രോസസ്സിലെ ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റ് ആരാണോ റിഡക്ഷന് വിധേയമായ അയാളാണ് ഓക്സിഡന്റ്. സോ ക്ലോറിൻ Cl2. ഓക്കെ. അതേപോലെ ആരാണ് റെഡ്യൂസിങ് ഏജന്റ്? റിഡക്റ്റന്റ്. ഈ പ്രോസസ്സിലെ റിഡക്റ്റന്റ് ആരാണ്? മഗ്നീഷ്യം. ആരാ ഈ പ്രോസസ്സിൽ ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ് അതേപോലെ റെഡ്യൂസ്ഡ് പ്രോഡക്റ്റ് രണ്ടും സെയിം ആണ്. സോ ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ് magnesium chloride. അതേപോലെ reduced product again magnesium chloride. So oxidized product to magnesium chloride ആണ്, reduced product to magnesium chloride ആണ്. Okay. Zn plus Cu2 plus gives Zn2 plus Cu. Zn2 plus Cu. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? നമുക്ക് നോക്കാം. ഇവിടെ സിങ്ക് Zn2 പ്ലസ് ആയിട്ടുണ്ട്. എപ്പോഴാണ് സിങ്ക് Zn2 പ്ലസ് ആവുക? when it releases
say 2 electrons. 2 electron release ചെയ്താൽ it becomes Zn 2+. So this process involves removal of electron. 2 electron പുറത്തു പോകുമ്പോഴാണ് ഇത് സാധ്യമാവുക. So this is de-electronation and it is called as oxidation. ഈ പ്രോസസ്സിനെ എന്ത് വിളിക്കാം? Oxidation, because that involves what? Removal of electron. അതേസമയം copper 2+ copper ആവുക എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? It should gain electrons. എന്താണ്? It should gain electrons. So copper 2+ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോഴാണ് കോപ്പർ ആയിട്ട് മാറുന്നത്. So this process involves addition of electron. It is electronation. It gains electron. So the process is reduction. So ആരാണ് reductant? Reductant means reducing agent. ആരാ reducing agent? Zinc. And ആരാണ് oxidant? ആരാണ് oxidant? Oxidant reduction വിധേയമാവുന്ന ആളാണ്, and that is copper 2+. Copper 2+. ഇനി അപ്പൊ ഞാൻ റിഡോക്സ് റിയാക്ഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് റിഡോക്സ് റിയാക്ഷൻ എന്താണ് എന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ചു. റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ reactions in which both oxidation and reduction take place simultaneously. What is oxidation? Classical concept പ്രകാരം oxidation എന്ന് പറഞ്ഞാൽ process that involves addition of oxygen or electronegative element, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്. ഇലക്ട്രോണിക് കോൺസെപ്റ്റ് പ്രകാരം അത് മോഡേൺ ഐഡിയ ആയിട്ട് പരിഗണിക്കാം. ഇറ്റ് ഈസ് ഡീഇലക്ട്രോണേഷൻ or the process which involves increase of oxidation number. So modern idea oxidation number ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യണം എന്താണ് ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് ഈ ചാപ്റ്ററിലെ ടൂളാണ് ആയുധമാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓർ ഓക്സിഡേഷൻ നമ്പർ. സോ ഒരു റിയാക്ഷൻ റിഡോക്സ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനും റിയാക്ഷൻസ് ബാലൻസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ടൂളാണ് oxidation state or oxidation number. So നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് എന്താണ് oxidation number or oxidation state. Okay, yes. അപ്പോൾ നമ്മൾ oxidation number എന്താണ് എന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നീട് നമ്മൾ തിരിച്ചു വരും റിഡോക്സ് റിയാക്ഷനിലേക്ക്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് റിഡോക്സ് റിയാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതേപോലെ റിഡോക്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് റിഡോക്സ് ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. സോ നമ്മുടെ ചാപ്റ്ററിനെ സംബന്ധിച്ച് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്കാണ് ഇപ്പൊ ഞാൻ കുറച്ച് റിയാക്ഷൻസ് എഴുതി കഴിഞ്ഞിട്ടില്ല. ഇനിയും നമ്മൾ ഒരുപാട് റിഡോക്സ് റിയാക്ഷൻസ് പരിചയപ്പെടാനിരിക്കുന്നു. അതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തതിനു ശേഷം നമ്മൾ 1 by 1 ആയിട്ട് കാണും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്താണ് ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്ച്വൽ ചാർജ്. ഇറ്റ് ഈസ് ദ ആക്ച്വൽ ചാർജ് or the apparent charge on an atom in combined state. Combined state means the bonded state. So what is oxidation number or oxidation state? It is the actual charge or the apparent charge on an atom in combined state or the bonded state. ഒരു ആറ്റം ബോണ്ടഡ് സ്റ്റേറ്റിൽ മറ്റൊരു ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്ത അല്ലെങ്കിൽ മറ്റ് ആറ്റംസ് ആയിട്ട് കമ്പൈൻ ചെയ്ത സ്റ്റേറ്റിൽ ആ ആറ്റത്തിൻ്റെ മുകളിൽ ഫീൽ ചെയ്യുന്ന ആക്ച്വൽ ചാർജ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ്റെ മുകളിലുള്ള ചാർജ് അല്ലെങ്കിൽ അപ്പാരന്റ് ചാർജ് അവൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ തോന്നുന്ന ചാർജ് അവൻ്റെ മുകളിൽ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവന് തോന്നുന്ന ചാർജ് എത്രയോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്.
So combined state charge actual charge or apparent charge, that is called as oxidation number or oxidation state. അപ്പോൾ നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള combined state or bonded states എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? Ionic bonded state, covalent bonded state, അതേപോലെ coordinate bonded state. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തേത് ionic bonded state. Ionic bonded state. Ionic bonded state. So നമുക്കൊരു ionic compound എക്സാമ്പിൾ എടുക്കാം. Ionic compound sodium chloride. Sodium chloride. Sodium chloride ആരൊക്കെ അടങ്ങിയിട്ടുള്ള? സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ആണോ? അല്ല, സോഡിയം അയോണും ക്ലോറൈഡ് അയോണും ആണ്. Na+ and Cl-. അപ്പോൾ എത്രയാണ് സോഡിയത്തിന് മുകളിൽ ഫീൽ ചെയ്യുന്ന ചാർജ്? അത് അപ്പാരന്റ് ചാർജ് ആണ്, ആക്ച്വൽ ചാർജ് ആണ്. ഇറ്റ് ഈസ് ദ ആക്ച്വൽ ചാർജ്. ബിക്കോസ് അയോണുകളായിട്ടാണ് അയോണിക് കോമ്പൗണ്ടിൽ പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ച്വൽ ചാർജ് ആണ്, അപ്പാരന്റ് ചാർജ് അല്ല, തോന്നുന്ന ചാർജ് അല്ല, യഥാർത്ഥത്തിലുള്ള ചാർജ് ആണ്. അയോണിക് കോമ്പൗണ്ടുകളിൽ ആറ്റങ്ങളുടെ മുകളിൽ യഥാർത്ഥത്തിൽ ചാർജ് ഉണ്ട്. ആ ചാർജ് എത്രയാണോ അത് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ എത്രയാ? ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം ഇൻ സോഡിയം ക്ലോറൈഡ് +1 and oxidation number of chlorine in sodium chloride is -1. So നമ്മുടെ ഇതെന്ന് oxidation number. അപ്പോൾ എന്താ oxidation number in ionic bonded state എന്ന് പറഞ്ഞാൽ in an ionic compound oxidation number of an element in that is equal to what? The charge on the ion. ആ അയോണിന്റെ മുകളിൽ അല്ലെങ്കിൽ ആറ്റത്തിന്റെ മുകളിൽ എത്രയാണോ ചാർജ് ഉള്ളത് അത് തന്നെയായിരിക്കും ഓക്സിഡേഷൻ നമ്പർ. So oxidation number of an element in ionic bonded state, that is equal to its electrovalency. Electrovalency എന്ന് പറഞ്ഞാൽ charge on the ion. അയോണുകൾക്ക് മുകളിലുള്ള ചാർജ്, അതിനെ തന്നെയാണ് ഇലക്ട്രോവാലൻസി എന്ന് പറയുക. അത് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എൻ എലമെന്റ് ഇൻ അയോണിക് ബോണ്ടഡ് സ്റ്റേറ്റ്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എടുത്താൽ സോഡിയത്തിന് മുകളിലുള്ള ചാർജ് പ്ലസ്, സോ ഓക്സിഡേഷൻ നമ്പർ ഇസ് +1, ക്ലോറിൻ്റെത് -1. ലെറ്റ് us take another example. Say calcium chloride. Calcium chloride. ഇതിലേതൊക്കെ അയോൺസ് ആ ഉള്ളത്? കാൽഷ്യം 2+ and 2 chloride ions. So എത്ര ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാൽഷ്യം? Oxidation number of calcium in calcium chloride is +2 and oxidation number of chlorine in calcium chloride is -1. -2 എന്ന് പറയുന്നത് ഒരു ക്ലോറിൻ്റെ പറഞ്ഞാൽ മതി. ഇവിടെ ഉദ്ദേശിച്ചത് ഓരോ ക്ലോറിൻ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. കാൽഷ്യം ക്ലോറൈഡിൽ കാൽഷ്യത്തിന് മുകളിൽ അനുഭവപ്പെടുന്ന ചാർജ് +2 ആണ്. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാൽഷ്യം ഇൻ കാൽഷ്യം ക്ലോറൈഡ് ഇസ് ഈക്വൽ ടു +2. അതായത് കാൽഷ്യം ക്ലോറൈഡ് എന്ന ബോണ്ടഡ് സ്റ്റേറ്റിൽ കാൽഷ്യത്തിന് മുകളിൽ ഫീൽ ചെയ്യുന്ന ചാർജ് +2 ആണ്. അതേപോലെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഇൻ കാൽഷ്യം ക്ലോറൈഡ്, എത്ര കാൽഷ്യം ക്ലോറൈഡിലോ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1. എത്രയായിരുന്നു? സോഡിയം ക്ലോറൈഡിൽ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1, ക്ലോറിൻ ഓക്സിഡേഷൻ നമ്പർ -1. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ബോണ്ടഡ് സ്റ്റേറ്റ് ആണ് കോവാലന്റ് ബോണ്ടഡ് സ്റ്റേറ്റ്. ഏതാണ്? കോവാലന്റ് ബോണ്ടഡ് സ്റ്റേറ്റ്. അയോണിക് ബോണ്ടഡ് സ്റ്റേറ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അയോണിക് ബോണ്ടഡ് സ്റ്റേറ്റിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇലക്ട്രോവാലൻസി ഓർ ദ ചാർജ് ഓൺ ദ അയോൺ. അതേസമയം കോവാലന്റ് ബോണ്ടഡ് സ്റ്റേറ്റിലേക്ക് വന്നാൽ രണ്ട് തരത്തിലുള്ള കോവാലന്റ് ബോണ്ട്സ് ഉണ്ട്. നോൺ പോളാർ കോവാലന്റ് ബോണ്ട് ആൻഡ് പോളാർ കോവാലന്റ് ബോണ്ട്. നമ്മൾ ഓൾറെഡി പീരിയോഡിക് ടേബിൾ പഠിച്ചു. പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ആറ്റംസ് ബോണ്ട് ചെയ്യുമ്പോഴാണ് പോളാർ ബോണ്ട് ഉണ്ടാവുക. എന്നാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ലാത്ത ആറ്റംസ്, രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ബോണ്ട് ചെയ്താൽ വി ഗെറ്റ് എ നോൺ പോളാർ ബോണ്ട്. അപ്പോൾ ആദ്യം നോൺ പോളാർ ബോണ്ട്, നോൺ പോളാർ കോവാലന്റ് ബോണ്ട്. നോൺ പോളാർ കോവാലന്റ് ബോണ്ടിൽ എന്താ അവസ്ഥ നോക്കാം. നോൺ പോളാർ കോവാലന്റ് ബോണ്ട് പറഞ്ഞാൽ രണ്ട് ഒരേ ടൈപ്പ് ആറ്റംസ്, രണ്ട് A ആറ്റംസ് സിംഗിൾ ബോണ്ടിലൂടെ ബോണ്ട്
സോ അങ്ങനെയെങ്കിൽ എത്ര എയുടെ മുകളിൽ ഫീൽ ചെയ്യുന്ന ചാർജ് നിങ്ങൾ മനസ്സിലാക്കേണ്ട നോൺ പോളാർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറിന്റെ ഈക്വൽ ഷെയറിംഗ് സാധ്യമാവും ബിക്കോസ് രണ്ട് എ ആറ്റത്തിനും സെയിം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ടാവുക സോ ദിസ് ഇലക്ട്രോൺ പെയർ വിൽ ബി ഈക്വലി ഷെയർഡ് സോ ദിസ് ബോണ്ട് ഇസ് 100% കോവാലന്റ് ഇറ്റ്സ് ലൈക്ക് എച്ച് ബോണ്ട് ഇതിനൊരു എക്സാമ്പിൾ ആണ് എച്ച് ബോണ്ട് ഹൈഡ്രോജൻ ബോണ്ട് which is present in hydrogen molecule. So എത്ര ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ ആറ്റം ഇൻ A2 മോളിക്യൂൾ ഇവിടെ ചാർജ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല 100% കോവാലന്റ് ആണ് ബാക്കി അയോണിക് ക്യാരക്ടർ ഒന്നുമില്ല ചാർജ് ക്യാരക്ടർ ഒന്നുമില്ല സോ ഓക്സിഡേഷൻ നമ്പർ 0 ആണ് ഇവിടെയും ഓക്സിഡേഷൻ നമ്പർ 0 ഇതിലും ഓക്സിഡേഷൻ നമ്പർ 0 ഓക്സിഡേഷൻ നമ്പർ 0 ഓക്കെ അങ്ങനെയാണെങ്കിൽ O2 A2 എന്ന് പറഞ്ഞാൽ എ ഡബിൾ ബോണ്ട് എ ആണെങ്കിലോ അങ്ങനെയാണെങ്കിലും ഇങ്ങനെ തന്നെ 0 വരിക എ ട്രിപ്പിൾ ബോണ്ട് എ ആണെങ്കിലോ അതിലും ഓക്സിഡേഷൻ നമ്പർ 0 കാരണം ഓക്സിഡേഷൻ നമ്പർ 0 ആവാൻ കാരണം ഇലക്ട്രോൺ പെയർസ് എല്ലാം ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യപ്പെടും ഈ ടൈപ്പിനുള്ള എക്സാമ്പിൾ ആണ് ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഇതിന് എക്സാമ്പിൾ ആണ് എൻ ട്രിപ്പിൾ ബോണ്ട് എൻ ഇതിലൊക്കെ ഓക്സിഡേഷൻ നമ്പേഴ്സ് 0 ആണ് സോ ഇത്തരത്തിലുള്ള നോൺ പോളാർ ബോണ്ടഡ് സ്റ്റേറ്റിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എത്രയാ ഓക്സിഡേഷൻ നമ്പർ ഓഫ് അയോഡീൻ ഇൻ I2 0 കാരണം I2 എന്ന് പറഞ്ഞാൽ I ബോണ്ടാണ് എത്ര ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഇൻ Cl2 0 ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രോജൻ ഇൻ N2 0 ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇൻ O2 മോളിക്യൂൾ 0 ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റംസ് ഇൻ H2 മോളിക്യൂൾ 0 യെസ് അടുത്തത് പോളാർ ബോണ്ടഡ് സ്റ്റേറ്റ് ബി കോവാലന്റ് ബോണ്ടഡ് സ്റ്റേറ്റ് തന്നെ പോളാർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ആളുകൾക്കിടയിൽ ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ പോളാർ ബോണ്ട് എന്ന് പറയാം ഉദാഹരണം ഏത് എ ബി എന്ന് പറയുന്ന മോളിക്യൂൾ എ ആറ്റവും ഉണ്ട് ബി ആറ്റവും ഉണ്ട് ഓക്കെ സേ ബി ഇസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ബി മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം ബി മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ് So what happens to this electron pair? Covalent bond share ചെയ്യപ്പെട്ട electron pair B is more electronegative, so this electron pair slightly shifts towards B. So B gets partial negative and A gets partial positive. മുഴുവനായിട്ട് ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നാലേ ഈ ബോണ്ട് 100% ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയാൽ ഇതിന്റെ മുകളിലെ ചാർജ് എത്രയായിരിക്കും -1 ഇതിന്റെ മുകളിലെ ചാർജ് എത്രയായിരിക്കും +1 അതാണ് ഓക്സിഡേഷൻ നമ്പർ അതായത് ഭാഗികമായിട്ടേ ഷിഫ്റ്റ് ആയിട്ടുള്ളൂ ഇത്തരം പോളാർ ബോണ്ടുകളിൽ 100% അയോണിക് ക്യാരക്ടർ അസ്യൂം ചെയ്താൽ എത്ര ചാർജ് ഉണ്ടാവുമോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓക്സിഡേഷൻ നമ്പർ ഭാഗികമായിട്ട് അയോണിക് ക്യാരക്ടർ ഉള്ള പോളാർ ബോണ്ടിൽ 100% അയോണിക് ക്യാരക്ടർ അസ്യൂം ചെയ്താൽ എത്രയാണോ ചാർജ് വരിക that is defined as oxidation number. So the oxidation number of A atom in AB molecule is +1 and the oxidation number of B atom in AB molecule is -1. Let us take an example. Say HCl molecule. ഏത് molecule ആണ് HCl. So electron pair എന്താ സംഭവിക്കുക hydrogen and chlorine which is more electronegative, hydrogen 2.1 and chlorine 3. So chlorine is more electronegative, so this pair shifts towards chlorine. Electron pair ആരടുത്തേക്ക് ഷിഫ്റ്റ് ആവും ക്ലോറിനിലേക്ക് ഷിഫ്റ്റ് ആവും സോ ക്ലോറിനിൽ പാർഷ്യൽ നെഗറ്റീവ് ആൻഡ് ഹൈഡ്രജനിൽ പാർഷ്യൽ പോസിറ്റീവ് ബട്ട് അത്ര ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഇൻ HCl -1 ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇൻ HCl is +1. അപ്പോൾ പറയൂ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ഇൻ HCl മോളിക്യൂൾ is +1 അതേപോലെ oxidation number of chlorine in HCl molecule is -1. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇവിടെ വന്ന ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ആക്ച്വൽ ചാർജ് ആണോ അപ്പാരന്റ് ചാർജ് ആണോ ആക്ച്വൽ ചാർജ് പാർഷ്യൽ പോസിറ്റീവും പാർഷ്യൽ നെഗറ്റീവും ആണ് എന്നാൽ അത് നമ്മൾ മുഴുവനായ പോസിറ്റീവും മൈനസും ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 100% വരുവാണെങ്കിൽ അത് അവന് ഫീൽ ചെയ്യുന്ന ചാർജാണ് തോന്നുന്ന ചാർജാണ് യഥാർത്ഥത്തിൽ ഉള്ളതല്ല അതുകൊണ്ട് ആക്ച്വൽ ചാർജ് അല്ല ഇത് അപ്പാരന്റ് ചാർജ് എന്നുള്ള ഭാഗത്താണ് ഈ പോളാർ ബോണ്ടുകൾ വരിക സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ഇൻ HCl molecule is +1 and oxidation number of chlorine in HCl molecule is -1. യെസ് സോ നമുക്ക് ഈ ഐഡിയ വെച്ച് ചില സ്ട്രക്ചറുകളിൽ
നമുക്കൊന്ന് ഓക്സിഡേഷൻ നമ്പർ കൊടുത്തു നോക്കാം. ഉദാഹരണം H2O മോളിക്യൂൾ. H2O മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് അല്ലേ? ഓക്സിജന് ചുറ്റും 2 ഹൈഡ്രോജൻ ആറ്റംസ് ബോണ്ടഡ് ആണ്. സ്ട്രക്ചറൊക്കെ നമ്മൾ എങ്ങനെ അറിയുന്നു വെച്ചാൽ നമ്മൾ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററെല്ലാം പഠിക്കുമ്പോൾ അറിയും. സ്ട്രക്ചറിനെ കുറിച്ച് അറിയേണ്ട, സ്ട്രക്ചർ തന്നാൽ ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക. ഓക്കെ, പറഞ്ഞ സ്ട്രക്ചറുകൾ പഠിച്ചു വെക്കുക. സോ വാട്ടർ മോളിക്യൂൾ, ഈ വാട്ടർ മോളിക്യൂളിൽ 2 ബോണ്ടുകൾ ഓക്സിജന് ചുറ്റും ഉണ്ട്. OH ബോണ്ട്, അനദർ OH ബോണ്ട്. ഓക്കെ, സോ ഈ ബോണ്ട് ആരുടെ അടുത്തേക്ക് ഷിഫ്റ്റ് ആവും? ഈ ബോണ്ട് ആരുടെ അടുത്തേക്ക്, വിച്ച് ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്, ഓക്സിജൻ ഓർ ഹൈഡ്രോജൻ? ഓക്സിജൻ. സോ ദിസ് ബോണ്ട് ഷിഫ്റ്റ് ടുവേർഡ്സ് ഓക്സിജൻ. ഈ ബോണ്ടും ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഓക്സിജൻ ഇട്ട് 2 ബോണ്ടുകൾ 2ഉം ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ആവും. ഒന്ന് ഷിഫ്റ്റ് ആവുമ്പോൾ തന്നെ -1, ശരിക്കും പാർഷ്യൽ നെഗറ്റീവ്, അത് മുഴുവനായിട്ട് എടുക്കണം. അപ്പോൾ ഒരു ബോണ്ട് ഷിഫ്റ്റ് ആയി, 2 ബോണ്ട് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ആയി. സോ ഓക്സിജന്റെ സ്റ്റേറ്റ് -2. ഹൈഡ്രജൻ ഇട്ട് ഒരു ബോണ്ട് അത് അകന്നു പോയി, +1. ഇവനിട്ട് ഒരു ബോണ്ട് അതും അകന്നു പോയി, സോ +1. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ഇൻ H2O is +1. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ H2O is -2. ഓക്കെ, സോ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ അസൈൻ ചെയ്യുന്ന ഒരു നമ്പർ മാത്രമാണ്, മോളിക്യൂളിലുള്ള അല്ല. അപ്പാരന്റ് ചാർജ് ആണ്, അതിന് മുകളിൽ തോന്നുന്ന ചാർജാണ്. സോ നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്ന നമ്പറിന്റെ പേരാണ് ഓക്സിഡേഷൻ നമ്പർ. അത് കോമ്പൗണ്ടിന്റെ കൂടെ ഉള്ളതല്ല, നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പറാണ്. ഓക്കെ, സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് വാട്ടർ ഓക്സിജൻ ആറ്റംസ് ഇൻ H2O is -2. ക്ലിയർ? മറ്റൊരു എക്സാമ്പിൾ NH3, അമോണിയ. NH3 എങ്ങനെയാണ്? നൈട്രജൻ ഇട്ടും 3 ഹൈഡ്രോജൻ ആറ്റംസ് ബോണ്ടഡ് ആണ്. ഇതാണ് അമോണിയ. അപ്പോൾ പറയും, അമോണിയയില് ഹൈഡ്രോജൻ ആണോ നൈട്രോജൻ ആണോ മോർ ഇലക്ട്രോൺ നെഗറ്റീവ്? നൈട്രോജൻ ആണ്. സോ ദിസ് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ്സ് ടുവേർഡ്സ് നൈട്രോജൻ. ഇതും ഷിഫ്റ്റ് ചെയ്യും, ഇതും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് -3, ഹൈഡ്രോജൻ ഓരോന്നും +1. ഹൈഡ്രോജൻ ഓരോന്നും എത്രയാണ്? +1. അങ്ങനെയാണ് മറ്റൊരു മോളിക്യൂൾ ഞാൻ കാണിക്കാം. OF2, ഓക്സിജന്റെ ഡൈഫ്ലൂറൈഡ്. H2O പോലെ തന്നെയാണ് OF2, ബട്ട് ഹൈഡ്രോജന് പകരം ഫ്ലൂറിൻ ആണെന്നേ ഉള്ളൂ. ഷേപ്പ് എല്ലാം സെയിം തന്നെയാണ്, ബെൻഡ്, വാട്ടർ പോലെ തന്നെ ബെൻഡ് ഷേപ്പുള്ള മോളിക്യൂളാണ് OF2. ചോദ്യം, ഫ്ലൂറിൻ ആണോ ഓക്സിജൻ ആണോ മോർ ഇലക്ട്രോൺ നെഗറ്റീവ്? ഫ്ലൂറിൻ. സോ ദിസ് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ്സ് ടുവേർഡ്സ് ഫ്ലൂറിൻ. ഈ പെയറും ദാറ്റ് ഓൾസോ ഷിഫ്റ്റ്സ് ടുവേർഡ്സ് ഫ്ലൂറിൻ. So in this bond, fluorine gets -1, ഇവിടെയും -1. So oxygen in +2 state. Oxygen ഏത് സ്റ്റേറ്റിലാണ്? +2 സ്റ്റേറ്റിലാണ്. അങ്ങനെയെങ്കിൽ ഞാൻ മറ്റൊരു മോളിക്യൂൾ കാണിക്കാം. ദാറ്റ് ഈസ് ഹൈഡ്രോജൻ പെറോക്സൈഡ്. ഹൈഡ്രോജൻ പെറോക്സൈഡിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ ബോണ്ടിങ്ങിൽ ഡിസ്കസ് ചെയ്യും. ഹൈഡ്രോജൻ എന്ന ചാപ്റ്ററിൽ പഠിക്കും, എല്ലായിടത്തിലും പഠിക്കും. ഇപ്പോൾ നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുന്നതാണ് ഹൈഡ്രോജൻ പെറോക്സൈഡിന്റെ സ്ട്രക്ചർ അറിയുമെങ്കിൽ എങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാം, അതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറിനെ കുറിച്ച് എങ്ങനെ അറിയും? ചാപ്റ്റർ ഉണ്ട്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, അവിടെ പഠിക്കും കേട്ടോ. യെസ്, സോ ദിസ് ഇസ് ഹൈഡ്രോജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രോജൻ പെറോക്സൈഡിൽ ഓക്സിജന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ട് നിങ്ങൾ പറ? ഈ ഓക്സിജന് ചുറ്റും 2 ബോണ്ട് ഉണ്ട്. ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ് അല്ലേ? യെസ്. ഈ ബോണ്ട് ആരാ മോർ ഇലക്ട്രോൺ നെഗറ്റീവ്, ഓക്സിജൻ ഓർ ഹൈഡ്രോജൻ? ഓക്സിജൻ. സോ ദിസ് ബോണ്ട് ഷിഫ്റ്റ്സ് ടുവേർഡ്സ് ഓക്സിജൻ. അതേസമയം വാട്ട് ഹാപ്പൻസ് ടു ദിസ് ഇലക്ട്രോൺ പെയർ? ദിസ് ഇസ് എ നോൺ പോളാർ ബോണ്ട്. 2 ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിൽ ഉണ്ടായ ബോണ്ടാ, ദാറ്റ് ഈസ് എ നോൺ പോളാർ ബോണ്ട്. സോ ദിസ് ബോണ്ട് ഷിഫ്റ്റ്സ് ടുവേർഡ്സ് ഓക്സിജൻ and nothing will happen to this electron pair, which means it will be equally shared. Okay, so ഈ ബോണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ -1, the +1. ഇതും ഈ ബോണ്ടും ഓക്സിജനിലേക്ക് വരും, -1 +1. ഈ ബോണ്ടൊന്നും ആവില്ല. അതുകൊണ്ട് ആ പെറോക്സൈഡിൽ ഓക്സിജൻ -1 എന്ന് നമ്മൾ പറയാനുള്ള കാരണം. സോ അങ്ങനെയുള്ള റൂൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ബട്ട് എന്നാലും പോളാർ ബോണ്ടുകളിൽ ബോണ്ട് ഷിഫ്റ്റ് ആവുന്നതിനനുസരിച്ച് നോക്കിയിട്ട്, സ്ട്രക്ചർ നോക്കിയിട്ട് ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യൽ സാധ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് CH2Cl2, ഡൈക്ലോറോമീഥെയ്ൻ. CH2Cl2 എന്താ ഇതിന്റെ സ്ട്രക്ചർ? കാർബൺ ചുറ്റും 2 ഹൈഡ്രോജൻ ആറ്റം ഉണ്ട്, അതേപോലെ 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. ഇതാണ് CH2Cl2. മക്കളെ, കാർബൺ ആണോ ഹൈഡ്രോജൻ ആണോ മോർ ഇലക്ട്രോൺ നെഗറ്റീവ്? കാർബൺ 2.5 ആണ്, ഹൈഡ്രോജൻ 2.1 ആണ്. സോ കാർബൺ ഇസ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ്. കാർബൺ ആണ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ്.
So what happens to this electron pair? Slightly shifts towards carbon. ഇപ്പോൾ ഇതിന് +1, ഇതും കാർബണിലേക്ക് ഷിഫ്റ്റ് ആവും +1. അപ്പോൾ ഈ ബോണ്ടിൽ നിന്ന് കാർബൺ -1, ഈ ബോണ്ടിൽ നിന്ന് കാർബൺ -1. ഇനി ഈ ബോണ്ട് എന്താ സംഭവിക്കുക? കാർബൺ ആണോ ക്ലോറിൻ ആണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? ക്ലോറിൻ. സോ ഈ ബോണ്ട് ആരിലേക്ക് ഷിഫ്റ്റ് ആവും? ക്ലോറിൻ. സോ ഇവിടെ ക്ലോറിന് -1. അപ്പോൾ ഈ ബോണ്ടിൽ കാർബൺ +1, ഈ ബോണ്ട് ക്ലോറിനിലേക്ക് ഷിഫ്റ്റ് ആവും. സോ ഈ ബോണ്ടിൽ ക്ലോറിന് -1, കാർബൺ +1. കാർബൺ ടു 4 ബോണ്ടിൽ 2 +1+1, 2 -1. അപ്പോൾ എത്രയായിരിക്കും കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻ ദിസ് കോമ്പൗണ്ട്? 0. So oxidation number of carbon atom in CH2Cl2 is 0. എന്നാൽ ഇതാണെങ്കിലോ CH3Cl. അങ്ങനെ CH3Cl വരെ CH3Cl, CH3Cl. എത്ര അതിന് കാർബൺ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കാവോ? ഈ ബോണ്ട് ആരടുത്തേക്ക് ഷിഫ്റ്റ് ആവും? കാർബൺ. ഈ ബോണ്ടും കാർബണിലേക്ക് ഷിഫ്റ്റ് ആവും, ഈ ബോണ്ടും കാർബണിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇവിടുന്ന് -1, ഇതിൽ -1, ഇതിൽ -1. അതേസമയം ഈ ബോണ്ട് ക്ലോറിനിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ കാർബൺ +1. കാർബൺ എത്ര വന്നു? ഒരു +1 -1 ഇവിടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ എത്രയാ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് കോമ്പൗണ്ട്? ദാറ്റ് ഈസ് -2. എത്രയാണ്? -2. ഓക്കെ, യെസ്. സോ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് കണ്ടു. ഇറ്റ് ഈസ് ദ ആക്ച്വൽ ചാർജ് ഓർ ദ അപ്പാരന്റ് ചാർജ് ഓൺ ആൻ ആറ്റം ഇൻ കമ്പൈൻഡ് സ്റ്റേറ്റ് ഓർ ദ ബോണ്ടഡ് സ്റ്റേറ്റ്. ഓക്കെ, ശേഷം നമ്മൾ കമ്പൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കോവലന്റ് ബോണ്ടഡ് സ്റ്റേറ്റ് കണ്ടു, അതേപോലെ ആനിക് ബോണ്ടഡ് സ്റ്റേറ്റ് കണ്ടു. അടുത്തത് കോർഡിനേറ്റ് ബോണ്ടഡ് സ്റ്റേറ്റ്. 3. കോർഡിനേറ്റ് ബോണ്ടഡ് സ്റ്റേറ്റ്. അങ്ങനെയാണ് കോർഡിനേറ്റ് ബോണ്ടഡ് സ്റ്റേറ്റിൽ ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കൊടുക്കാം ശ്രദ്ധിക്കും. കോർഡിനേറ്റ് ബോണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് ഇലക്ട്രോൺ പെയർ ഷെയറിംഗ് ആണ്, ബട്ട് ഷെയർഡ് പെയർ ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ വൺ ഓഫ് ദ 2 ആറ്റംസ്. സേ എക്കും ബിക്കും ഇടയിൽ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു എന്ന് വിചാരിക്കാം. സോ ഇതിൻ്റെ അർത്ഥം ഇവിടെ ഇലക്ട്രോൺ പെയർ എയും ബിയും ഷെയർ ചെയ്യുന്നു, ബട്ട് ദിസ് ഷെയർഡ് പെയർ ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ എയുടെ കോൺട്രിബ്യൂഷൻ ആണ് ഷെയർഡ് പെയർ. നോർമൽ കോവാലന്റ് ബോണ്ട് 2 പേര് ഓരോന്ന് നൽകിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഷെയർഡ് പെയറിന് ഒരാളാണ് നൽകുന്നത്, അത്രേ ഉള്ളൂ. അതാണ് കോർഡിനേറ്റ് ബോണ്ട്. സോ ദ എ ബി കോർഡിനേറ്റ് ബോണ്ട് ആണ്. ആൻഡ് ബി ആണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. അങ്ങനെ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇയാളെന്താ? അപ്പൊ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഓക്കെ, 2 കേസ് ഉണ്ട്. നേരെ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് ഡൊണേഷൻ വരാം. അപ്പൊ ബി മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ്, മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. എ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. ഓക്കെ, ഈ ഓരോ കേസിലും എത്രയാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്ന് ബിയിലേക്ക് ഇലക്ട്രോൺ പെയർ ഡൊണേഷൻ ഉണ്ട്. ഡൊണേഷൻ കാരണം ഡൊണേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചാർജ് വരും. ആ ഡൊണേഷനിലൂടെയുള്ള ചാർജ് എയുടെ മുകളിൽ +1, ബിയുടെ മുകളിൽ -1. കാരണം എ ഡൊണേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ നിങ്ങൾ സാറേ 2 ഡൊണേറ്റ് ചെയ്തില്ലേ, പക്ഷെ അതൊന്നും തന്നെ എഫക്റ്റീവ്ലി കിട്ടും പോലെയാണ് അല്ലേ? ഒരു പെയർ ഡൊണേറ്റ് ചെയ്തതിൽ അത് ഒരു ഷെയർ ചെയ്യുവാണ്. അപ്പോൾ അവന് ഒന്ന് ലഭിക്കുന്ന പോലെ തന്നെ അപ്പോൾ ഒരു ഡൊണേഷൻ്റെ അളവാണ് വരിക. സോ ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്തോടെ +1, ബിയുടെ മുകളിൽ -1. ഓക്കെ, അടുത്തത് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെയറിനെ ഷെയർ ചെയ്യും. ഈ ഷെയർഡ് പെയർ ആരുടെ അടുത്തേക്കാണ് ഷിഫ്റ്റ് ആവുക? ദാറ്റ് ഷിഫ്റ്റ് ടുവേർഡ്സ് മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. അപ്പോൾ അത് വീണ്ടും ഷിഫ്റ്റ് ആവും. ഈ ബോണ്ട് ഷിഫ്റ്റ് ആവും ടുവേർഡ്സ് ബി. അപ്പോൾ അത് കാരണം ബിയിൽ ഒരു ചാർജ് കൂടെ വരും -1. അപ്പോൾ ഇവനിലൊരു പ്ലസ് കൂടെ വരും +1. സോ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ ആറ്റം ഹിയർ ഇസ് +2 ആൻഡ് ബി ആറ്റം ഇസ് -2. So note here, when a less electronegative element donates electron pair to more electronegative element, less electronegative element oxidation state +2, more electronegative into the -2. കാരണം അത്രേ ഉള്ളൂ,
ഡൊണേറ്റ് ചെയ്യുമ്പോഴുള്ള +1 പിന്നെ ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ആകുമ്പോഴുള്ള ചാർജും. ഡൊണേറ്റ് ചെയ്യുമ്പോഴുള്ള ചാർജും പ്ലസ് പെയർ ഷിഫ്റ്റ് ആകുമ്പോഴുള്ള ചാർജും. എന്നാൽ ഇവിടെ നമുക്കൊന്ന് നോക്കാം, ശ്രദ്ധിക്കുക എല്ലാവരും. ഇവിടെ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ആണ് ഡൊണേറ്റ് ചെയ്തത്. അപ്പോൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ +1, അത് മോറാണ് ലെസ് ആണ് നോക്കിയില്ല, ആര് ഡൊണേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. ഡോണർക്ക് +1, ആക്സെപ്റ്റർക്ക് -1. ഡോണർക്ക് +1, ആക്സെപ്റ്റർക്ക് -1. ശേഷം ഡൊണേറ്റ് ചെയ്ത പെയർ ആരടുത്തേക്കാ ഷിഫ്റ്റ് ആവുക? അത് ഓൾവേസ് ടുവേർഡ്സ് മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. അപ്പൊ ഈ പെയർ ഷിഫ്റ്റ് ആവുക ബിയിലേക്കാണ്. ഷെയർ ചെയ്ത പെയർ ഷിഫ്റ്റ് ആവുക ബിയിലേക്കാണ്. അപ്പൊ ഈ ഷിഫ്റ്റിങ്ങിലൂടെ ബിക്ക് -1, എക്ക് +1. -1 +1 ക്യാൻസൽ ആയി പോകും. സോ ഇൻ ദിസ് കേസ് ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, ഇവിടെയും ഓക്സിഡേഷൻ നമ്പർ 0. അപ്പോൾ കോർഡിനേറ്റ് ബോണ്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ബോണ്ടിലെ ഡൊണേഷൻ, ഇലക്ട്രോൺ പെയർ ഡൊണേഷൻ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ടു മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണെങ്കിൽ ലെസ് ഇലക്ട്രോ നെഗറ്റീവിന്റെ ഓക്സിഡേഷൻ നമ്പർ +2, മോർ ഇലക്ട്രോ നെഗറ്റീവിന്റെ ഓക്സിഡേഷൻ നമ്പർ -2. അതേസമയം കോർഡിനേറ്റ് ബോണ്ട് ഫോർമേഷനിൽ ഇലക്ട്രോൺ പെയർ ഡൊണേഷൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ടു ലെസ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ് സാധ്യമായതെങ്കിൽ മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിനും 0, ലെസ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിനും 0. കാരണം മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആ ഡൊണേറ്റ് ചെയ്ത് ഡോണർ ആവുമ്പോൾ +1, ബട്ട് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ആവുക അവന്റെ അടുത്തേക്ക് തന്നെയാ. അപ്പൊ അതിലൂടെ -1 ക്യാൻസൽ ചെയ്ത് പോവും. ഓക്കെ, ഇപ്പൊ മക്കളെ എപ്പോഴാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ 0 ആയിട്ട് എടുക്കേണ്ടത്? മോർ ടു ലെസ് ആണ് ഡൊണേഷൻ എങ്കിൽ. ലെസ് ടു മോർ ആണെങ്കിലോ, ലെസ് ടു മോർ ആണ് ഡൊണേഷൻ എങ്കിൽ, ലെസ് ടു മോർ ആണ് ഡൊണേഷൻ എങ്കിൽ നമ്മൾ എന്താക്കി എടുക്കേണ്ടത്? പറയുന്നില്ല. ലെസ് ടു മോർ ആണെങ്കിൽ +2 -2. മോർ ടു ലെസ് ആണെങ്കിൽ 0 0. ലെസ് ടു മോർ ഓർക്കട്ടോ, ലെസ് ടു മോറിലാണ് +2 -2. മോർ ടു ലെസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. യെസ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് NH3 അമോണിയ. NH3 നൈട്രജന്റെ മുകളിൽ നമുക്കൊരു ലോൺ പെയർ അവൈലബിൾ ആണ് അല്ലേ? ഇത് H+മായി കമ്പൈൻ ചെയ്താൽ വി ഗെറ്റ് NH4+. NH4+ന്റെ പേരാണ് അമോണിയം അയോൺ. എന്തായോൺ? അമോണിയം അയോൺ, അമോണിയമാണ്. എന്തായിരുന്നു മക്കളെ NH3യുടെ സ്ട്രക്ചർ? എങ്ങനെയാ NH3? യെസ്, ഇതാണ് NH3. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. NH3യുടെ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -3 ആണ്. കാരണം ഈ 3 കോവാലന്റ് ബോണ്ടുകളും ആരുടെ അടുത്തേക്കാണ് ഷിഫ്റ്റ് ആവുക? ടുവേർഡ്സ് നൈട്രജൻ. നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ആവും, പോളാർ ബോണ്ടുകളാണ്. ഓക്കെ, ഇയാള് H+മായി കമ്പൈൻ ചെയ്യാൻ പോവാണ്. എന്താണ് H+ എന്ന് പറഞ്ഞാൽ? H+ is a vacant orbital. കാരണം ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1. സോ H+ എന്ന് പറഞ്ഞാൽ 1s0. അപ്പൊ അത് വാക്കന്റ് ആണ്. ഇപ്പൊ വാക്കന്റ് ഓർബിറ്റലും ലോൺ പെയറും വരുമ്പോഴാണ് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാവും. മറക്കരുത്, ഒരു ലോൺ പെയർ വാക്കന്റ് ഓർബിറ്റലിലേക്കാണ് ഡൊണേറ്റ് ചെയ്യുക. ഇലക്ട്രോൺ പെയർ ഡൊണേഷൻ നടക്കുക. ശ്രദ്ധിക്കുക, 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകൾ, ഹാഫ് ഫിൽഡ് ഓരോ ഇലക്ട്രോണുകൾ ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്താൽ വി ഗെറ്റ് എ നോർമൽ കോവാലന്റ് ബോണ്ട്. അതേസമയം ഒരു ഫിൽഡ് ഓർബിറ്റൽ, അതായത് ലോൺ പെയർ വാക്കന്റ് ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്താൽ വി ഗെറ്റ് എ കോർഡിനേറ്റ് ബോണ്ട്. ഏത് ബോണ്ട് പറ? കോർഡിനേറ്റ് ബോണ്ട്. സോ ഒരു ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽ, ലോൺ പെയർ ഓർബിറ്റലും ഒരു വാക്കന്റ് ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് കോർഡിനേറ്റ് ബോണ്ട് ഫോർമേഷൻ സാധ്യമാകുന്നത്. അപ്പോൾ ലോൺ പെയറിലാണ് ഡോണറും മറ്റേ ആക്സെപ്റ്ററും എന്ന് നമ്മൾ പറയാം. അപ്പൊ ആരുണ്ടാവും? NH4+. എങ്ങനെയുണ്ടാവും ശ്രദ്ധിക്കാം, നോക്കിക്കോളുക. H+ലേക്ക് ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നു. H+ലേക്ക് ഇലക്ട്രോൺ പെയർ പറ ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിക്കാം, എത്രയായിരിക്കും ഇവിടെ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഈ ബോണ്ട് കാരണം ഈ ബോണ്ട് ആരുടെ ഷിഫ്റ്റ് ആവും? നൈട്രജൻ. എത്ര ചാർജ്? -1. ഈ ബോണ്ട് ഷിഫ്റ്റ് ആവും നൈട്രജൻ -1. ഇതും ഷിഫ്റ്റ് ആവും ടുവേർഡ്സ് നൈട്രജൻ -1. എന്നാ വാട്ട് അബൌട്ട് ദിസ് ബോണ്ട്? ഹിയർ ഇലക്ട്രോൺ പെയർ ഡൊണേഷൻ ഹാപ്പൻസ്.
from more electronegative to less electronegative alle. Nitrogen to hydrogen, nitrogen alle more electronegative, so more to less are donation. appo പരിഗണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. appo ഇവിടുന്നുള്ള കോൺട്രിബ്യൂഷൻ 0 ആണ് എടുക്കേണ്ടത്. appo എത്രയാ? നൈട്രജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അമോണിയം അയോൺ -3. എത്രയായിരുന്നു അമോണിയയിലെ നൈട്രജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? -3 ആണ്. അമോണിയം അയോണിലും നൈട്രജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3 തന്നെയാണ്. ബിക്കോസ് അമോണിയം അയോൺ ആവുക എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോർമേഷനിലൂടെയാണ്. അമോണിയയിലെ നൈട്രജൻ അവന്റെ ലോൺ പെയറിനെ H+ലേക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് NH4+ എന്ന അയോൺ ഉണ്ടാവുന്നത്. ബട്ട് അവിടെ ഇലക്ട്രോൺ പെയർ ഡൊണേഷൻ സംഭവിക്കുന്നത് മോർ നെഗറ്റീവ് ടു ലെസ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് -3 വന്നു. -3 ഓൾറെഡി 3 ബോണ്ടുകളുണ്ട്. അപ്പോൾ ഈ ഞാൻ ചോദിക്കുക, അമോണിയം അയോൺ ആവുന്ന പ്രോസസ് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആണോ? നൈദർ ഓക്സിഡേഷൻ നോർ റിഡക്ഷൻ ആണോ? ശ്രദ്ധിക്കുക, -3 തന്നെയായിട്ട് നിൽക്കുന്നു. ദാറ്റ് മീൻസ് neither oxidation nor reduction. So protonation of ammonia, this process is also called as protonation. H+ in a proton na paraya. So protonation of ammonia is neither oxidation nor reduction. Note here, protonation of ammonia H+ in accept in the process in a perana protonation of ammonia. Neither oxidation nor reduction. Karanam, no change in the oxidation state. Okay. അടുത്തത് ഇതേപോലെ വാട്ടർ മോളിക്യൂളിന്റെ പ്രോട്ടോണേഷൻ. വാട്ടർ H+ ആക്സെപ്റ്റ് ചെയ്ത we get H3O+. 3O+ന്റെ പേരാണ് ഹൈഡ്രോണിയം അയോൺ. അതാണ് ഹൈഡ്രോണിയം അയോൺ. എങ്ങനെയാണ് ഇത് സാധ്യമാവുക? ഏതാ വാട്ടർ മോളിക്യൂളിന്റെ സ്ട്രക്ചർ? ഇതാണ് വാട്ടർ മോളിക്യൂളിൽ ലോൺ പെയർ അവൈലബിൾ ആണ്. അവൻ നിന്ന് H+ലേക്ക് ഇലക്ട്രോൺ പെയർ ഡൊണേഷൻ ത്രൂ എ കോർഡിനേറ്റ് ബോണ്ട്, ദാറ്റ് ഈസ് ഹൈഡ്രോണിയം അയോൺ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ഹൈഡ്രോണിയം അയോണിന്റെ സ്ട്രക്ചർ. എത്ര ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്? എത്ര? വാട്ടർ മോളിക്യൂൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ -2 ആണല്ലേ? എങ്ങനെയാ അത് സാധ്യമായത്? ഇത് കോവാലന്റ് ബോണ്ടാണ്, ഷിഫ്റ്റ് ടുവേർഡ്സ് ഓക്സിജൻ. ഇതും കോവാലന്റ് ബോണ്ടാണ്, ഷിഫ്റ്റ് ടുവേർഡ്സ് ഓക്സിജൻ. സോ ഇതിന്ന് -1, ഇതിൽ നിന്ന് -1. ഇനി ഈ ബോണ്ട് ഇലക്ട്രോൺ പെയർ ഡൊണേഷൻ എവിടുന്ന് അങ്ങോട്ടാണ്? മോർ ടു ലെസ്. ഓക്സിജൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ടു ലെസ് ഇലക്ട്രോ നെഗറ്റീവ്. മോർ ടു ലെസ് ആകുമ്പോൾ ബോണ്ട് ഉണ്ടായത് പരിഗണിക്കേണ്ട ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേഷനിൽ. അപ്പൊ എത്രയാ? -2 തന്നെയാണ്. സോ അഗെയിൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഇസ് -2. സോ protonation of water to form hydronium ion is neither oxidation nor reduction. കാരണം ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ മാറ്റമില്ല. വാട്ടർ ഹൈഡ്രോണിയം ആയിട്ട് മാറുന്ന ചേഞ്ച് ഓക്സിഡേഷൻ ആണെന്ന് വെച്ചാൽ അല്ല, ഓക്സിഡേഷനും അല്ല റിഡക്ഷനും അല്ല, അത് കോർഡിനേറ്റ് ബോണ്ട് ഫോർമേഷൻ ആണ്. എവിടുന്ന് അങ്ങോട്ട്? മോർ ഇലക്ട്രോ നെഗറ്റീവ് ടു ലെസ് ഇലക്ട്രോ നെഗറ്റീവ്. യെസ്, അടുത്താണ് ഒരു മോളിക്യൂൾ എഴുതിയിട്ടുണ്ട്, HCN ഹൈഡ്രോജൻ സയനൈഡ്. ഇതിൽ എത്രയാണ് ഓരോ എലമെന്റ്സിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്? കോർഡിനേറ്റ് ബോണ്ട് ഒന്നുമില്ല, നോർമൽ ബോണ്ട്സ്, കോവാലന്റ് ബോണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഹൈഡ്രജൻ ആണോ കാർബൺ ആണോ മോർ ഇലക്ട്രോ നെഗറ്റീവ്? കാർബൺ ആണ്. സോ ദിസ് ഷിഫ്റ്റ്സ് ടുവേർഡ്സ് കാർബൺ. സോ കാർബൺ ഗെറ്റ്സ് -1. ഓക്കെ. അടുത്തത് ഈ ബോണ്ട്, ഇവിടെ 3 ബോണ്ടുകളുണ്ട്. ആരാ മോർ ഇലക്ട്രോ നെഗറ്റീവ്? കാർബൺ ഓർ നൈട്രജൻ. സോ ഈ 3 ബോണ്ടും ആരുടെ ഷിഫ്റ്റ് ആവും? നൈട്രജൻ. അപ്പൊ നൈട്രജനിലെ -1 +1 ഓക്കെ. ഇവിടെ +1. അപ്പൊ ആരാ ഓരോരുത്തരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് പറയാവോ? ഹൈഡ്രജൻ +1, കാർബണിൻ്റെത് 3 +1 ഒരു -1, ഒന്ന് ക്യാൻസൽ ആയിപ്പോ. സോ ഇറ്റ് ഈസ് +2. നൈട്രജൻ്റെത് -3 +2 +1. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നമ്മൾ ചെയ്ത എക്സാമ്പിളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഇസ് 0. എല്ലാ ആറ്റങ്ങളുടെയും ഓക്സിഡേഷൻ നമ്പറിന്റെ തുക ഒരു മോളിക്യൂൾ 0 ആയിരിക്കും. ഒരു മോളിക്യൂള് ന്യൂട്രൽ ആണെന്ന് നമ്മൾ പറയാം. സോ അങ്ങനെയെങ്കിൽ ഒരു മോളിക്യൂളിലെ എല്ലാ ആറ്റങ്ങളുടെയും ഓക്സിഡേഷൻ നമ്പറിന്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ -3 +2 +1, ഇത് +3 -3 0, ടോട്ടൽ 0. ഓക്കെ. വേറെ ഒന്ന്
HNC. HNC യിൽ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട് ഫ്രം നൈട്രജൻ ടു ഹൈഡ്രജൻ. ഓക്കെ, ഇതാണ് HNC. സോ ഈ HNC അല്ല HNC ആണ്. ഇവിടെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ഒന്ന് അസൈൻ ചെയ്യാം. ശ്രദ്ധിക്കുക എല്ലാവരും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ആണോ നൈട്രജൻ ആണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? നൈട്രജൻ ആണ്. സോ ദിസ് ഷിഫ്റ്റ്സ് ടുവേർഡ്സ് നൈട്രജൻ. നൈട്രജന് -1, നൈട്രജന് +1. ഇനി ഈ ബോണ്ടിൽ കാർബൺ ആണോ നൈട്രജൻ ആണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? നൈട്രജൻ ആണ്. അപ്പോൾ ഇതും രണ്ടും കൂടി ഷിഫ്റ്റ് ആവും. ഇവിടെ -1, -1, +1, +1. ഇനി ഈ ബോണ്ട് ഇലക്ട്രോൺ ബൈ ഡൊണേഷൻ എവിടെ നിന്ന് അങ്ങോട്ടാ? മോർ ടു ലെസ്, മോർ ഇലക്ട്രോനെഗറ്റീവ് ടു ലെസ് ഇലക്ട്രോനെഗറ്റീവ്. പരിഗണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ 0, ഇതിലും 0. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് പറഞ്ഞു. ഹൈഡ്രജൻ +1, നൈട്രജൻ, ഇത്ര നൈട്രജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3. അതേപോലെ കാർബണിൻ്റെ സ്റ്റേറ്റ് +2. ക്ലിയർ? ഓക്കെ. അടുത്തത് നൈട്രേറ്റ് അയോൺ NO3- ആണ്. അത് നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് O-, കോർഡിനേറ്റ് ബോണ്ട് O. ദിസ് ഇസ് നൈട്രേറ്റ്. നൈട്രജൻ 5 വാലൻസ് ഇലക്ട്രോൺ ആവുള്ളത്. 1, 2, 3, 4, 5. ഡൊണേഷൻ ഫ്രം നൈട്രജൻ ടു ഓക്സിജൻ. അപ്പോൾ നമുക്ക് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഒന്ന് അസൈൻ ചെയ്യാം. ഇവിടെ ഈ ഇലക്ട്രോൺ പെയർ ആരുടെ ഷിഫ്റ്റ് ആവുന്നു? നൈട്രജൻ ഓർ ഓക്സിജൻ? Oxygen is more electronegative, so nitrogen +1. അതേപോലെ ഈ ഇലക്ട്രോൺ പെയറും ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ആവും, നൈട്രജൻ +1. ഈ ഇലക്ട്രോൺ പെയറും ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ആവും, സോ നൈട്രജൻ +1. ഇനി ഇവിടെ കോർഡിനേറ്റ് ബോണ്ട് ആണ്. ഇവിടെ ഡൊണേഷൻ എവിടെ നിന്ന് അങ്ങോട്ടാണ്? മോർ ടു ലെസ് ആണോ ലെസ് ടു മോർ ആണോ? നൈട്രജൻ ഓർ ഓക്സിജൻ വിച്ച് ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്? ഓക്സിജൻ. സോ ഹിയർ ഡൊണേഷൻ ഫ്രം ലെസ് ടു മോർ, ലെസ് ഇലക്ട്രോനെഗറ്റീവ് ടു മോർ. അപ്പോൾ ഇവിടെ +2 കോൺട്രിബ്യൂഷൻ, ഇവിടെ -2. അപ്പോൾ എത്രയാ ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രോജൻ ആറ്റംസ് ഇൻ നൈട്രേറ്റ് അയോൺ? +5. ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രോജൻ ആറ്റം ഇൻ നൈട്രേറ്റ് അയോൺ NO3- അയോൺ is +5. ഓക്കെ. വേറൊരു എക്സാമ്പിൾ, കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൽ ഓക്സിജനിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. 2, 4, 6 ഓക്സിജനിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ബൈ ഡൊണേഷൻ ഉണ്ട് ടു കാർബൺ. ഓക്കെ, ദിസ് ഇസ് കാർബൺ മോണോക്സൈഡ്. ദർ ആർ 3 bonds. അപ്പോൾ കാർബൺ ആണോ ഓക്സിജൻ ആണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഓക്സിജൻ. സോ ദിസ് ഷിഫ്റ്റ് ടുവേർഡ്സ് ഓക്സിജൻ. അഗെയിൻ ഓക്സിജൻ, ഇത് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ആവും. -1, -1, +1. എന്നാൽ ഇവിടെ ഇലക്ട്രോൺ ബൈ ഡൊണേഷൻ ഫ്രം മോർ ടു ലെസ്, 0, 0. അപ്പോൾ എത്ര ഇവിടുത്തെ ചാർജ്? +2. ഇവിടുത്തെ ചാർജ് -2. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ കാർബൺ മോണോക്സൈഡ് ഇസ് +2 ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഇൻ കാർബൺ മോണോക്സൈഡ് ഇസ് -2. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഞങ്ങൾ ഈ സ്ട്രക്ചർ ഒന്നും ഞങ്ങൾക്ക് അറിയാതെ ഞങ്ങൾ വളരെ കുടുങ്ങിപ്പോയില്ലേ? യെസ്. അപ്പോൾ അതിനുള്ള ആൻസർ, സ്ട്രക്ചർ അറിയണമെന്ന് വെച്ചാൽ ചിലതിലൊക്കെ അറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ആൻസറിലേക്ക് എത്താൻ നമ്മൾ പലപ്പോഴും സ്ട്രക്ചർ അറിയേണ്ടി വരും. പക്ഷേ സ്ട്രക്ചർ അറിയാതെ തന്നെ ഓക്സിഡേഷൻ നമ്പേഴ്സ് അസൈൻ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചില നിയമങ്ങളുണ്ട്, ചില റൂൾസ് ഉണ്ട്. നമ്മൾ ആ റൂളുകൾ ഡിസ്കസ് ചെയ്യാൻ പോകും. ആ റൂൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ചോദ്യങ്ങളൊക്കെ സ്ട്രക്ചർ ഇല്ലാതെ തന്നെ നമ്മൾ രക്ഷപ്പെടും. ബട്ട് ചില എക്സെപ്ഷൻസ് മാത്രം നമ്മൾ സ്ട്രക്ചർ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. അത് ഞാൻ പ്രത്യേകം ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ശേഷം ആ സ്ട്രക്ചറുകളൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ബോണ്ടഡ് സ്റ്റേറ്റ് എന്ന് എങ്ങനെയാണ് ഇത് അസൈൻ ചെയ്യുക എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു റൂളും ഇല്ലെങ്കിലും ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാൻ അതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ഒരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 ബോണ്ടഡ് സ്റ്റേറ്റിലും ഓക്സിഡേഷൻ നമ്പേഴ്സ് എങ്ങനെ വരിക എന്നുള്ള ആദ്യം ഡിസ്കസ് ചെയ്ത് പേടിക്കണ്ട. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു റൂൾസ് ഫോർ അസൈനിങ് ഓക്സിഡേഷൻ നമ്പർ. അത് കുറച്ചുകൂടി എളുപ്പമാക്കും ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയും. ഓക്കെ, യെസ്. ഇപ്പോൾ നമുക്ക് നോക്കാം റൂൾസ് ഫോർ അസൈനിങ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ അതിലൊന്നാമത്തത്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് എൻ എലമെന്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ് or elementary state or allotropic form.
അതേപോലെ alloys, metal amalgams, neutral carbonyls, metal carbonyls. മെറ്റൽ കാർബോണൈൽസിൽ ന്യൂട്രൽ മെറ്റൽ കാർബോണൈൽസ് ആണ്, ന്യൂട്രൽ കോംപ്ലക്സസ്. ചില പോസിറ്റീവ് നെഗറ്റീവ് കാർബോണൈൽസ് ഒക്കെ ഉണ്ട്, അതിലല്ല പറയുന്നത്. സോ ഞാൻ ഓരോന്നിന് എക്സാമ്പിൾ എഴുതാം. ഇതിലൊക്കെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഫ്രീ സ്റ്റേറ്റ് ഇപ്പോൾ സിങ്ക്, കോപ്പർ, അതേപോലെ മഗ്നീഷ്യം, അലൂമിനിയം, ഇവരൊക്കെ ബോണ്ടഡ് സ്റ്റേറ്റ് അല്ലാതെ ഫ്രീ സ്റ്റേറ്റിൽ നിലനിൽക്കുകയാണെങ്കിൽ അവരുടെ മുകളിൽ ചാർജ് ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ ദർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0. എലമെന്ററി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും ഫ്രീ സ്റ്റേറ്റ് തന്നെയാണ്, സേ ബോണ്ടഡ് സ്റ്റേറ്റ് ആണ്, ബട്ട് എലമെന്റ് ആയിട്ട് തന്നെയാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ഇങ്ങനെയൊക്കെ ഇവർ ഹൈഡ്രജനായിട്ട് തന്നെ ബോണ്ടഡ് ആണെങ്കിൽ ഈ ഓരോ ഹൈഡ്രജന്റെയും ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അലോട്രോപിക് ഫോം ഇപ്പോൾ S8 റോംബിക് എടുത്താലും, സൾഫറിൻ്റെ ഫോം റോംബിക് എടുത്താലും, S8 മോണോക്ലിനിക് എടുത്താലും ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. കാർബൺ ഗ്രാഫൈറ്റ് എന്ന് എഴുതിയാലും കാർബൺ ഡയമണ്ട് എന്ന് എഴുതിയാലും ഒക്കെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. ഓക്കെ. അതേപോലെ അലോയ്സ് അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ. സോ അത്തരം നിക്രോം അലോയാണ്. സോ അത്തരത്തിൽ അലോയ്സിലൊക്കെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഓർണമെന്റൽ ഗോൾഡ് അലോയ് ആണ്. ഓർണമെന്റൽ ഗോൾഡിൽ ഗോൾഡും ഉണ്ട്, കോപ്പറും ഉണ്ട്. അതിൽ കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര എന്ന് ചോദിച്ചാൽ 0 ആണ്. ഗോൾഡിൻ്റെ 0 ആണ്. സോ അലോയ്സിലെ മെറ്റലുകളുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അതേപോലെ അമാൽഗംസ്, സിങ്ക് അമാൽഗം എന്ന് പറഞ്ഞാൽ മെർക്കുറി ആയിട്ടുള്ള മിക്സറാണ്. സിങ്ക് അമാൽഗം, സോഡിയം അമാൽഗം. സോ അമാൽഗം, സിങ്ക് അമാൽഗം എന്ന് പറഞ്ഞാൽ ZnHg എന്നായത്, സിങ്ക് അമാൽഗം, സോഡിയം അമാൽഗം. ഇവിടെയൊക്കെ എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചാൽ 0 ആണ്. സിങ്കിന്റെ 0 ആണ്, സോഡിയത്തിന്റെ 0 ആണ്. ഓക്കെ. സോ അമാൽഗംസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അടുത്തത് മെറ്റൽ കാർബോണൈൽസ് പറയുമ്പോൾ NiCO4 ടൈംസ് നിക്കലിന്റെ ടെട്രാ കാർബോണൈൽ നിക്കൽ 0. അതേപോലെ FeCO5 ടൈംസ് CrCO6 ടൈംസ് ഇതിലൊക്കെ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര എന്ന് ചോദിച്ചാൽ 0 ആണ്. കാരണം കാർബോണൈൽ ഒരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. അപ്പൊ കാർബോണൈൽ ന്യൂട്രൽ കോംപ്ലക്സ് ആകുമ്പോൾ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0 ആണ്. അപ്പൊ മക്കളെ ഞാൻ ഇവിടെ വേറൊരു കാർബോണൈൽ എഴുതാം. VCO6 ടൈംസ് മൈനസ്. എങ്ങനെ? VCO6 ടൈംസ് മൈനസ്. ഇവിടെയും കാർബോണൈൽ തന്നെയാണ്. കാർബോണൈൽ ന്യൂട്രൽ കോംപ്ലക്സ് ആണ്, നിങ്ങൾക്കറിയാം. 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ ചോദിക്കും വെനീഡത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ -1 ആണ്, 0 അല്ല. അതുകൊണ്ട് നമ്മൾ ന്യൂട്രൽ കോംപ്ലക്സുകൾ, അതായത് ആനയോണിക്കോ കാറ്റയോണിക്കോ കാർബോണൈൽസ് അല്ല, മുകളിൽ പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് ഇല്ലാത്ത കാർബോണൈൽസിൽ മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പോൾ VCO6 ടൈംസ് മൈനസിൽ വെനീഡത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അപ്പോൾ സാറേ മെറ്റൽ മൈനസ് സ്റ്റേറ്റ് കാണിക്കില്ലല്ലോ, പക്ഷേ VCO6 ടൈംസ് മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. കെമിക്കൽ ബോണ്ടിങ്ങും അതേപോലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ പ്രത്യേക ബോണ്ടിങ്ങും കോർഡിനേഷൻ കോംപ്ലക്സും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും എന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ് സ്റ്റേബിൾ ആവുന്നത് എന്നൊക്കെ. ബട്ട് ദിസ് കോമ്പൗണ്ട് എക്സിസ്റ്റ്, ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് വെനേഡിയം വാസ് -1. ഓക്കെ. രണ്ടാമത്തെ റൂൾ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് എൻ എലമെന്റ് in its monoatomic ion. Oxidation number of an element in its monoatomic ion is equal to charge on the ion. And the monoatomic ion, calcium 2+, Cl-, S2-, Na+, ഇതൊക്കെ ഒരു ആറ്റം മാത്രമുള്ള അയോണുകളാണ് മോണോഅറ്റോമിക് അയോൺ. എത്ര അതിൽ? കാൽഷ്യത്തിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദ ചാർജ് ഓൺ ദ അയോൺ +2, ക്ലോറൈഡിൽ ക്ലോറിൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1, സൾഫൈഡിൽ സൾഫറിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2, Na+ൽ സോഡിയത്തിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. അതാ പറഞ്ഞേ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എൻ എലമെന്റ് ഇൻ ഇറ്റ്സ് മോണോഅറ്റോമിക് അയോൺ ഈസ് ഈക്വൽ ടു ചാർജ് ഓൺ ദ അയോൺ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മക്കളെ, SO4 2- ഒരു മോണോഅറ്റോമിക് അയോൺ ആണോ? അല്ല, കാരണം അതിനൊരു സൾഫർ ആറ്റവും 4 ഓക്സിജൻ ആറ്റവും ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ പോളി അറ്റോമിക് അയോൺ. ഞാൻ പറഞ്ഞ റൂൾ 4
monoatomic ion. Okay? Yes. ഇനി നമുക്ക് ചില പ്രത്യേക ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആൽക്കലി മെറ്റൽസ് ആരൊക്കെയാ? ആൽക്കലി മെറ്റൽസ് പോയിന്റ് ആയിട്ട് എഴുതും കേട്ടോ. ആൽക്കലി മെറ്റൽസ് ആരൊക്കെയാ? ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം ആൻഡ് സീഷ്യം. ഫ്രാൻഷ്യം അൺസ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആൽക്കലി മെറ്റൽസ് ഇവന്മാരാണ്. സോ they exhibit +1 state in all their compounds. So always exhibit +1. അപ്പോൾ സോഡിയം ഫ്രീ സ്റ്റേറ്റ് നിൽക്കുമ്പോൾ +1 എഴുതരുത്, അത് 0 ആണ് ഫ്രീ സ്റ്റേറ്റ്. ബോണ്ടഡ് സ്റ്റേറ്റിൽ ഓൾവേസ് +1. അതാണ് അതിൻ്റെ അർത്ഥം. ഏത് എലമെൻറ്റും ഫ്രീ സ്റ്റേറ്റിൽ 0 കാണിക്കാം. ബോണ്ടഡ് സ്റ്റേറ്റിലുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രത്യേകം നോട്ട് ചെയ്യുക, ആൽക്കലി മെറ്റൽസ് എക്സിബിറ്റ് +1 ഇൻ ഓൾ ദെയർ കോമ്പൗണ്ട്സ്. 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആരെ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആരൊക്കെ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം. ഇവന്മാരുടെ കോമ്പൗണ്ടുകൾ എവിടെ കണ്ടാലും നിങ്ങൾ ഉറപ്പിച്ചോളണം, they always exhibit +2 state. That means they show +2 state in all their compounds. അടുത്തത് ബോറോൺ ഫാമിലിയിലേക്ക് വന്നാൽ ആരൊക്കെ ബോറോൺ ഫാമിലിയിലുള്ള എലമെന്റ്സ് പറയൂ? ബോറോൺ ഫാമിലി അതായത് 13ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻറ്റിയം ആൻഡ് താലിയം. ആരൊക്കെയാ മക്കളെ പറ? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻറ്റിയം ആൻഡ് താലിയം. ഇതിൽ അലൂമിനിയത്തിൻ്റെ പ്രത്യേകത, അലൂമിനിയം ഒരു സ്റ്റേറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് +3. സോ ഓൾവേസ് +3 എന്നുള്ളതാണ് അലൂമിനിയത്തിൻ്റെ ഫീച്ചർ. ബോറോൺ +3 ഇൻ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. +3 ആണ്, ബട്ട് ഒരു കോമ്പൗണ്ടിൽ മാത്രം അവൻ -3 കാണിക്കും. അതേതാണ്? ഒരു എക്സെപ്ഷൻ പ്രത്യേകം പഠിക്കാം. ബോറോൺ എക്സിബിറ്റ്സ് -3 ഇൻ മെറ്റൽ ബോറൈഡ്സ്. ബോറോൺ ഈസ് എ നോൺ മെറ്റൽ. മെറ്റൽ ബോറൈഡ്സ് എന്നൊരു എക്സാമ്പിൾ ഞാൻ പറയാം. Mg3b2. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, മഗ്നീഷ്യം ആൽക്കലിൻ എർത്ത് മെറ്റൽ അവൻ +2 കാണിക്കും. ബോറോൺ ഇവിടെ കാണിക്കുന്ന സ്റ്റേറ്റ് -3 ആണ്. സോ എക്സെപ്റ്റ് മെറ്റൽ ബോറൈഡ്സ് ബോറോൺ ഷോ +3 സ്റ്റേറ്റ്. സോ ബോറോൺ +3 സ്റ്റേറ്റ് കാണിക്കും. ബാക്കിയുള്ള കോമ്പൗണ്ടുകളൊക്കെ മെറ്റൽ ബോറൈഡുകൾ ഒഴികെയുള്ള. സോ ബോറോണിൽ +3 എഴുതുക, ഏതൊഴികെ? മെറ്റൽ ബോറൈഡ്സ്. പ്രത്യേകം നോട്ട് ചെയ്യാം. അതേപോലെ അലൂമിനിയം ഓൾവേസ് +3 സ്റ്റേറ്റ്. ഗാലിയം, ഇൻറ്റിയം ആൻഡ് താലിയം നിങ്ങൾ ഓൾറെഡി പീരിയോഡിക് ടേബിൾ പഠിച്ചിട്ടുണ്ട്. ദേ എക്സിബിറ്റ് +3 ആൻഡ് +1. +3 ആൻഡ് +1 ഒരു പോയിന്റിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻ താലിയം ഡ്യൂ ടു യുണൈറ്റ് പെയർ എഫക്ട് +1 സ്റ്റേറ്റ് ഇസ് മോർ സ്റ്റേബിൾ. ഇൻ താലിയം +1 സ്റ്റേറ്റ് ഇസ് സ്റ്റേബിളർ ദാൻ +3. സോ ഞാൻ ആൽക്കലി മെറ്റൽസിനെ പറഞ്ഞു, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് പറഞ്ഞു, അതേപോലെ ഇപ്പോൾ പറഞ്ഞ ബോറോൺ ഫാമിലി. ഓക്കെ, യെസ്. അടുത്ത നമുക്ക് നോക്കാം കാർബൺ ഫാമിലി. കാർബൺ ഫാമിലി 14ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ് കാർബൺ ഫാമിലി. ആരൊക്കെ എലമെന്റ്സ്? കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന് ആൻഡ് ലെഡ്. ആരൊക്കെയാ? കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ ആൻഡ് ലെഡ്. ഏതായിരുന്നു ഗ്രൂപ്പ് എലമെന്റ്സിന്റെ വാലൻസ് കോൺഫിഗറേഷൻ? NS2 NP2. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ ഏതാ ഇവരുടെ മിനിമം ഓക്സിഡേഷൻ നമ്പർ? 4 ഇലക്ട്രോൺ ആളുടെ 4 എണ്ണം കൊടുക്കാം, 4 എണ്ണം വാങ്ങാം. അതല്ലേ കേസ്? അപ്പോൾ 4 എണ്ണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ +4, 4 എണ്ണം വാങ്ങുക എന്ന് പറഞ്ഞാൽ -4. കൊടുക്കാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കൊടുക്കണമെന്നില്ല കേട്ടോ. ഇലക്ട്രോൺ പേർ അകന്നു പോയാൽ മതി. ബോണ്ടഡ് സ്റ്റേറ്റിൽ ഇലക്ട്രോൺ ഒന്ന് അകന്നാൽ മതി +4 ആവാൻ, അല്ലാതെ മുഴുവൻ കൊടുക്കേണ്ട കാര്യമില്ല. ഷെയറിങ്ങും തന്നെ ബോണ്ട് ഒന്ന് അകന്നു പോയാൽ +4 വരും, അടുത്ത് വന്നാൽ -4 വരും. സോ 4 ഇലക്ട്രോൺസ് ഉള്ള ഇവരെ സംബന്ധിച്ച് മിനിമം ഓക്സിഡേഷൻ നമ്പർ -4ഉം മാക്സിമം ഓക്സിഡേഷൻ നമ്പർ +4ഉം ആണ്. സോ ഇവരുടെ ഓക്സിഡേഷൻ നമ്പറിന്റെ റേഞ്ച് -4 to +4. എങ്ങനെ? -4 to +4. അതാ പഠിക്കേണ്ടത്. കാരണം വാലൻസ് ഷെൽ കണ്ടെയ്ൻസ് 4 ഇലക്ട്രോൺസ്. അപ്പോൾ 4 എണ്ണം നഷ്ടമായ +4, 4 എണ്ണം കണ്ട് നേടിയ -4. സോ ദിയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് റേഞ്ച് എവിടുന്ന് മുതൽ എവിടെ വരിക? -4 to +4. കാർബൺ ഫാമിലിയുടെ മിനിമം ഓക്സിഡേഷൻ നമ്പർ -4 ആൻഡ് ദ മാക്സിമം സ്റ്റേറ്റസ് +4. അടുത്തത് നൈട്രോജൻ ഫാമിലി. നൈട്രോജൻ ഫാമിലി ഏതാ? നൈട്രോജൻ ഫാമിലിയുടെ വാലൻസ് കോൺഫിഗറേഷൻ
NS2NP3 ആണ്. അതൊക്കെ എലമെന്റ്സ് പറയൂ. നൈട്രോജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. അതൊക്കെ നൈട്രോജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. പറയൂ ഏതാ വാലൻഷ്യൽ എത്ര ഇലക്ട്രോൺസാ ഉള്ളത്? NS2NP3 5 ഇലക്ട്രോൺസാ ഉള്ളത്. സോ 3 ഇങ്ങോട്ട് വാങ്ങാം, 8 ആവും അല്ലേ? 5 അങ്ങോട്ട് പോവാം. അപ്പൊ മിനിമം സ്റ്റേറ്റ് -3, മാക്സിമം സ്റ്റേറ്റ് +5. 5 ഇലക്ട്രോൺ ആകുമ്പോൾ 3 അങ്ങോട്ട് വലിക്കാനുള്ള ടെൻഡൻസി കാണിക്കും. ഫുള്ള് നേടണ്ട, ബോണ്ട് ഇങ്ങോട്ട് വലിച്ചാൽ മതി, -3. അതേപോലെ 5 അങ്ങോട്ട് കൊടുക്കാനുള്ള ടെൻഡൻസി. ഞാൻ ഒക്ടേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ റേഞ്ച് പറയാം, -3 to +5. ഇതിൽ ഓരോരുത്തരും ഏതൊക്കെ സ്റ്റേറ്റ് കാണിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ P ബ്ലോക്കിൽ പഠിക്കും. ഇപ്പോൾ നമ്മൾ റേഞ്ച് പഠിച്ചാൽ മതി. സോ നൈട്രോജൻ ഫാമിലിയുടെ റേഞ്ച് -3 to +5, കാർബൺ ഫാമിലി ഫ്രം -4 to +4. ഓക്കെ, യെസ്. അടുത്തത് ഓക്സിജൻ ഫാമിലി. ഏതാ ഓക്സിജൻ ഫാമിലിയുടെ ബാലൻസ് കോൺഫിഗറേഷൻ? NS2NP4. That means valence shell contains 6 electron. അതൊക്കെ elements oxygen, sulfur, selenium, tellurium and polonium. Okay, oxygen, sulfur, selenium, tellurium and polonium. ഏതാ valence configuration? NS2NP4. valence shell 6 electron. 2 ഇങ്ങോട്ട് വാങ്ങാം, -2. 6 നഷ്ടമായാൽ +6. So their oxidation state ranges from -2 to +6. ബട്ട് ഓക്സിജൻ നിങ്ങൾ പ്രത്യേകം റൗണ്ട് ചെയ്ത് വെക്കുക. ഓക്സിജൻ എക്സെപ്ഷൻ ആണ്, പ്രത്യേകം നമ്മൾ ഡിസ്കസ് ചെയ്യും ഏതൊക്കെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഓക്സിജൻ എന്ന്. ഓക്സിജൻ +6 ഒന്നും കൊടുക്കരുത്. ഓക്സിജന്റെ സ്റ്റേറ്റുകളെ കുറിച്ച് പ്രത്യേകം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതാണ് ഓക്സിജൻ ഫാമിലി. ദെൻ അടുത്തത് ഹാലോജൻസ്. ഹാലോജൻസിന്റെ കോൺഫിഗറേഷൻ NS2NP5. NS2NP5. ആരൊക്കെ ഹാലോജൻസ് പറയും? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയൺ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയൺ. ഇതിൽ ഫ്ലൂറിൻ എക്സെപ്ഷൻ ആണ്. ഫ്ലൂറിൻ ഓൾവേസ് എക്സിബിറ്റ്സ് -1 സ്റ്റേറ്റ്. ഓൾവേസ് -1. എന്താ അതിനുള്ള കാരണം? ബിക്കോസ് ഫ്ലൂറിൻ ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഫ്ലൂറിൻ ആരുമായി ബോണ്ട് ചെയ്താലും ഇലക്ട്രോൺ പെയർ ഫ്ലൂറിന് അടുത്തേക്ക് വരും. അപ്പോൾ പിന്നെ ഫ്ലൂറിന് പോസിറ്റീവ് കാണിക്കേണ്ട കാര്യമുണ്ടോ? ബോണ്ടഡ് സ്റ്റേറ്റ് ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഇസ് ഫ്ലൂറിൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരുമായിട്ട് അറ്റാച്ച് ചെയ്താലും ഇലക്ട്രോൺ പെയർ ഫ്ലൂറിനിലേക്ക് ഷിഫ്റ്റ് ആവും. ഒരാളിലേക്കും ഫ്ലൂറിൻ ബോണ്ട് ചെയ്താൽ ഇലക്ട്രോൺ പെയർ അകന്നു പോവില്ല. സോ ഫ്ലൂറിൻ ഷോസ് ഓൺലി വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ദാറ്റ് ഇസ് -1. സോ ഫ്ലൂറിൻ ഷോസ് -1 ഇൻ ഓൾ ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അതേസമയം ബാക്കിയുള്ള ഹാലജൻസ് ആവുന്ന ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അവരുടെ സ്റ്റേറ്റ് NS2NP5 ആകുമ്പോൾ -1 to +7. എങ്ങനെ? -1 to +7. NS2NP5 ആണ്. 7 വാലൻസ് ഉള്ളത്. അപ്പോൾ 7 വരെ പോവാം, 1 ഇങ്ങോട്ട് വാങ്ങാം. സോ -1. സോ -1 to +7 ആണ് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോബിൾ ഗ്യാസസിലേക്ക് വന്നാൽ, നോബിൾ ഗ്യാസസിൽ നിങ്ങൾക്കറിയാം ചില കോമ്പൗണ്ട്സ് എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഹീലിയത്തിൻ്റെയും നിയോണിൻ്റെയും ആർഗണിൻ്റെയും കോമ്പൗണ്ട്സ് ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതേസമയം ക്രിപ്റ്റോണിൻ്റെയും സെനോണിൻ്റെയും റെഡോണിൻ്റെയും ചില കോമ്പൗണ്ട്സ് കണ്ടെത്തിയിട്ടുണ്ട്. അവരിൽ കണ്ടിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ് +2, +4, +6 അല്ലേ? +2, +4, +6 സ്റ്റേറ്റുകളൊക്കെ ഈ ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ പോലുള്ള കോമ്പൗണ്ട്സിൽ നോൺ കോമ്പൗണ്ട്സിൽ നമ്മൾ കാണുന്ന ചില ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ്. ജസ്റ്റ് ലൈക്ക് XeF2, XeF4, XeF6 കണ്ടിട്ടില്ലേ? സോ അങ്ങനെ നമ്മൾ കണ്ടെത്തിയ കോമ്പൗണ്ട്സിലുള്ള ഒബ്സർവ്ഡ് സ്റ്റേറ്റ്സ് ആണ് എഴുതുന്നത്. ഓക്കെ, നോബിൾ ഗ്യാസസ്. അടുത്ത നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സിലേക്ക് വന്നാൽ ഏതൊക്കെ ഫസ്റ്റ് സീരീസിലുള്ള എലമെന്റ്സ്? സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഞാൻ ചില എലമെന്റ്സിനെ നിങ്ങളെ പരിചയപ്പെടുത്താം. സേ ടൈറ്റാനിയം. എന്താ ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ 22, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 4s2 3d2. ഏതാണ്? ആർഗൺ 4s2 3d2. വേറെ ടൈറ്റാനിയം, വെനേഡിയം 23, വെനേഡിയം 23, ആർഗൺ 4s2 3d3, ആർഗൺ 4s2 3d3 ആണ്. ക്രോമിയം 24, ഏതാ കോൺഫിഗറേഷൻ? ആർഗൺ 4s1 3d5, ആർഗൺ 4s1 3d5.
മാംഗനീസ് 25 എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 4s2 3d5 and iron Fe26 എന്താ കോൺഫിഗറേഷൻ ആർഗൺ 4s2 3d6. സോ ട്രാൻസിഷൻ എലമെന്റ്സിലേക്ക് വന്നാൽ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ നമ്പർ ഏതാ ഈ എലമെന്റ്സിന്റെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ നമ്പർ ഏതാണ് +2 എന്ന് പറഞ്ഞാൽ ഈ 4sലുള്ള ഫോർത്ത് ഷെല്ലിലുള്ള 2 ഇലക്ട്രോണിനെ ബോണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന അവസ്ഥയാണ് s2+2 സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ദ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ഇസ് +2 but they show in the variable oxidation states. Variable oxidation numbers or variable oxidation states വ്യത്യസ്തങ്ങളായിട്ടുള്ള oxidation numbers or oxidation states അവർ കാണിക്കാറുണ്ട്. എന്താ കാരണം? because they can use their inner d electrons for bonding. ഇന്നർ ഡി ഇലക്ട്രോണും അതായത് ഈ 3d ഇലക്ട്രോണും 4s ഇലക്ട്രോണിന്റെയും എനർജി കമ്പയറബിൾ ആണ്. സോ ഈ 3d ഇലക്ട്രോണിനെ കൂടെ ബോണ്ടിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് വേരിയബിൾ സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വിട്ടേക്ക് 3d ഇലക്ട്രോണിനെ കൂടെ ബോണ്ടിങ്ങിന് കിട്ടുന്നതുകൊണ്ടാണ് ഇന്നർ ഡിയിലുള്ള ഇലക്ട്രോണിനെ കൂടെ ബോണ്ടിങ്ങിന് അവൈലബിൾ ആക്കാൻ സാധ്യമാവുന്നത് കൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് വേരിയബിൾ സ്റ്റേറ്റ് കാണിക്കുന്നത്. സോ their most common oxidation number is +2 but they show variable oxidation states or oxidation numbers. Okay, അപ്പോൾ ടൈറ്റാനിയത്തിലേക്ക് വന്നാൽ മോസ്റ്റ് കോമൺ സ്റ്റേറ്റ് +2 ആണെന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ഏതാ അവൻ്റെ കോൺഫിഗറേഷൻ ആർഗൺ 4s2 3d2. അപ്പോൾ നിങ്ങൾ അവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് ഏതാ അവൻ്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ. അവൻ്റെ 2 s ഇലക്ട്രോണും 2 d ഇലക്ട്രോണും മാക്സിമം 4 ഇലക്ട്രോണല്ലേ ബോണ്ടിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ദ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ ഇസ് +4. അതാണ് പഠിക്കേണ്ടത്. സോ ടൈറ്റാനിയത്തിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ +4 എങ്കിൽ വെനേഡിയത്തിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? വെനേഡിയത്തിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ 4s2 3d3 3 ഡിയും 2 s ഉപയോഗിച്ചാൽ +5 ആണ്. ക്രോമിയത്തിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ +6 ആണ്. 4s1 3d5 +6 വരെ പോകും. മാംഗനീസിലേക്ക് വന്നാൽ എവിടെ വരെ പോവാം? 4s2 3d5 4s 2 d 5 മാക്സിമം 7 വരെ പോവാം. സോ മാംഗനീസിൽ കണ്ടുവന്ന മാക്സിമം ഓക്സിഡേഷൻ നമ്പർ +7 ആണ്. അപ്പൊ നിങ്ങൾ അയണിൽ 4s2 3d6 +8 എന്ന് പറഞ്ഞാല് പക്ഷെ അയണിൽ +8 സ്റ്റേറ്റിൽ ഒരു കോമ്പൗണ്ട് കണ്ടെത്തിയിട്ടില്ല. സോ അയണിനെ സംബന്ധിച്ച് +8 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബിക്കോസ് +8 സ്റ്റേറ്റിൽ കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അയൺ. സോ നമ്മുടെ കോൺഫിഗറേഷൻ വെച്ച് മാക്സിമം പോസിബിൾ നമുക്ക് കാണാം, പക്ഷെ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ നോൺ കോമ്പൗണ്ട്സിൽ ചെക്ക് ചെയ്തുകൊണ്ടാണ്. സോ അയണിനെ സംബന്ധിച്ച് +8 സ്റ്റേറ്റിൽ ഒരു കോമ്പൗണ്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് അയണിൽ +8 സ്റ്റേറ്റ് അല്ല ഹയസ്റ്റ് സ്റ്റേറ്റ്. അതേസമയം അയണിന്റെ താഴെ നമ്മുടെ പീരിയോഡിക് ടേബിൾ ഞാൻ റോലുള്ള എഴുതിയ അയണിന്റെ അതേ ഗ്രൂപ്പിലുള്ള 2 എലമെന്റ്സ് ആണ് റുത്തീനിയം ആൻഡ് ഓസ്മിയം. അയണിന്റെ ഗ്രൂപ്പിൽ താഴോട്ടുള്ള 2 എലമെന്റ്സ് ആണ് റുത്തീനിയം ആൻഡ് ഓസ്മിയം and they form tetroxides. Tetroxide എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +8 ആണ്. സോ ഒരു കോമ്പൗണ്ടിൽ കണ്ടുവരുന്ന ഏറ്റവും ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +8 ആണ്. സോ ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ഷോൺ ബൈ an element that is +8 by ruthenium and osmium in their tetroxides. പോയിന്റ് എഴുതിയല്ലോ. ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ഷോൺ ബൈ എ കോമ്പൗണ്ട് highest oxidation number shown by an element is +8 by ruthenium and osmium in their tetroxides. ഒരു എലമെന്റ് കാണിച്ചു വരുന്ന ഏറ്റവും ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +8 ആണ്. അത് കാണിക്കുന്ന എലമെന്റ്സ് റുത്തീനിയവും ഓസ്മിയവും ആണ് അവരുടെ ടെട്രോക്സൈഡുകളിൽ. ഓക്കെ, അയണിനെ സംബന്ധിച്ച് മാക്സിമം സ്റ്റേറ്റ് +8 അല്ല, പക്ഷെ അതിൻ്റെ താഴെയുള്ള ആളുകൾ റുത്തീനിയവും ഓസ്മിയവും +8 കാണിക്കും. അപ്പോൾ ഞങ്ങളിലൊന്നും പറയരുത്, കാരണം അവൈലബിൾ ഡി ഇലക്ട്രോൺ വെച്ചിട്ട് മാക്സിമം സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് അത്രയും ഇലക്ട്രോൺ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബോണ്ടിങ്ങുകൾ ഒബ്സർവ്ഡ് അല്ല. സോ നോൺ കോമ്പൗണ്ട്സിൽ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുക കൂടി വേണം, എന്നാലും നമ്മൾ പറയുന്നതിൽ അടിസ്ഥാനമുള്ളൂ. സോ ഫസ്റ്റ് സീരീസിൽ ഈ എലമെന്റ്സിലേക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് മാക്സിമം സ്റ്റേറ്റ് മാംഗനീസ് വരെയുള്ള നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 3D സീരീസ് ഇല്ല, 3D സീരീസ് ആണ് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്. അതിൽ ഏറ്റവും ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് ആരാ? മാംഗനീസ് ആണ്. എത്രയാ അത്? +7 ആണ്.
പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്റ്റേറ്റ് +8 ആണ്. ആരാ കാണിക്കുന്ന? റുത്തീനിയം ആൻഡ് ഓസ്മിയം. എന്നാൽ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് അയൺ +8 കാണിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് സീരീസിൽ ഏറ്റവും ഉയർന്ന സ്റ്റേറ്റ് മാംഗനീസിൻ്റെതാണ്, and that is +7. So highest oxidation state shown by a 3D series element or first transition series element is +7 by manganese. ആരാണ്? മാംഗനീസിനാലാണ് +7 സ്റ്റേറ്റ് കാണപ്പെടുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ ട്രാൻസിഷൻ സീരീസിൽ തേർഡ് ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് സ്കാൻഡിയം, ഇട്രിയം ആൻഡ് ലന്താൻ. സ്കാൻഡിയം, ഇട്രിയം ആൻഡ് ലന്താനം, they are elements of third group. They are elements of third group and they exhibit +3 in all their compounds. So that is very important. They exhibit +3 in all their compounds. Scandium നമുക്ക് നോക്കാം. Scandium atomic number 21 ആണ്. Configuration argon 4s2 3d1. ഇപ്പോൾ സ്കാൻഡിയം 3+ ഒന്ന് നോക്കൂ. സ്കാൻഡിയം 3+ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നും പോയി. സോ ദ കോൺഫിഗറേഷൻ ഇസ് ആർഗൺ. അല്ല, ഇതും പോയി ഇതും പോയി. സോ 3d0 4s0 നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അതുകൊണ്ട് തന്നെ സ്കാൻഡിയം എക്സിബിറ്റ്സ് +3 സ്റ്റേറ്റ് ഇൻ ഓൾ ദിയർ കോമ്പൗണ്ട്സ്. സോ സ്കാൻഡിയം, ഇട്രിയം ആൻഡ് ലന്താനം എക്സിബിറ്റ് +3 സ്റ്റേറ്റ്. ആൻഡ് ലാന്തനൈറ്റ്സിന്റെ മോസ്റ്റ് കോമൺ സ്റ്റേറ്റും +3 തന്നെയാണ്. ലന്താനം റിസംബിൾസ് ലാന്തനൈറ്റ്സ്. സോ ലാന്തനൈറ്റ്സിന്റെ മോസ്റ്റ് കോമൺ സ്റ്റേറ്റ് +3. അതുകൊണ്ട് നോട്ട് ചെയ്യാം. മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനോയിഡ്സ് ഇസ് +3. ബട്ട് ലാന്തനോയിഡ്സ് ഷോ വേരിയബിൾ സ്റ്റേറ്റ്സ്. ലാന്തനോയിഡ്സും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട് ലൈക്ക് ട്രാൻസിഷൻ എലമെന്റ്സ്. ബട്ട് ദെയർ മോസ്റ്റ് കോമൺ സ്റ്റേറ്റ് ഇസ് +3. നോട്ട് ചെയ്യാം. ലാന്തനോയിഡ്സ് most common state of most common oxidation number of lanthanoids is +3, but they show variable oxidation states just like transition elements. Okay, idorka scandium, yttrium and lanthanum exhibit +3 in all their compounds. Similarly, group 12 il ulla rendu elements zinc and cadmium. Mercury illa, mercury +1 um +2 um kanikkarundu. Zinc and cadmium exhibit +2 state in all their compounds. Zinc and cadmium exhibit +2 state in all their compounds. Okay, mercury +1 and +2. Yes, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രോജൻ. ഹൈഡ്രോജൻ എന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ്? ഹൈഡ്രോജൻ എലമെന്ററി സ്റ്റേറ്റിൽ 0 കാണിക്കാം. ആൻഡ് ഇറ്റ് എക്സിബിറ്റ്സ് +1 ഇൻ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. ഇപ്പൊ ഹൈഡ്രോജന്റെ ഭൂരിഭാഗം കോമ്പൗണ്ടുകളിലും അവൻ +1 സ്റ്റേറ്റ് കാണിക്കും. എന്നാൽ വളരെ കുറഞ്ഞ കോമ്പൗണ്ട്സിൽ മാത്രം അവൻ -1 സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അത് എവിടെയാണെന്ന് പഠിച്ചു വെക്കണം. ബാക്കി പഠിക്കണ്ട. +1 എവിടെയാണെന്ന് പഠിക്കണ്ട. +1 ഇല്ലാത്തത് എവിടെയാണെന്ന് പഠിക്കുക. ബാക്കിയുള്ളതിലൊക്കെ +1 കൊടുത്താൽ മതി. ഓക്കെ, so it shows -1 in hydrides of metals. എങ്ങനെ? hydrides of metals. മെറ്റലുകളുടെ ഹൈഡ്രൈഡുകളിൽ -1 സ്റ്റേറ്റ് കാണിക്കും. ഫോർ എക്സാമ്പിൾ സോഡിയം ഹൈഡ്രൈഡ് മെറ്റൽ ഹൈഡ്രൈഡ് ആയത് സോഡിയം ഹൈഡ്രൈഡ്. എന്താ അതിന്റെ കേസ് പറ? സോഡിയം ഹൈഡ്രൈഡിൽ സോഡിയം ആൽക്കലി മെറ്റലാണ്, അപ്പം +1 കാണിക്കുക. ആൻഡ് ഹിയർ ഹൈഡ്രജൻ ഷോസ് -1 സ്റ്റേറ്റ്. ഓക്കെ, വേറൊന്ന് കാൽഷ്യം ഹൈഡ്രൈഡ്. Calcium is an alkaline earth metal, so that exhibits +2 state. So the oxidation states of hydrogen atom ഏതാ? -1. രണ്ട് ഹൈഡ്രോജൻ ആറ്റം ഉണ്ട്, രണ്ടിനും -1 വീതം, ടോട്ടൽ 0. അതാണ് കാൽഷ്യം ഹൈഡ്രൈഡ്. സോ ഇത്തരം കോമ്പൗണ്ട്സ് ആണ് മെറ്റലിന്റെ ഹൈഡ്രൈഡുകൾ. ഇത്തരം ഹൈഡ്രൈഡ്സ് ഓഫ് മെറ്റൽസിൽ ഹൈഡ്രോജന്റെ സ്റ്റേറ്റ് -1 ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തോളാം. ഓക്കെ, അപ്പൊ ഞാനൊരു കോമ്പൗണ്ട് എഴുതാം. ഇതാ Na യെസ്. ഇപ്പൊ ഞാനൊരു കോമ്പൗണ്ട് ചെയ്താൽ എല്ലാവരും ശ്രദ്ധിക്കാം. NaOH. ഇതൊരു ഹൈഡ്രൈഡ് ആണോ? മെറ്റലിന്റെ ഹൈഡ്രൈഡ് ആണോ? മെറ്റലും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, പക്ഷെ ഓക്സിജനും ഉണ്ട്. ഇത് ഹൈഡ്രൈഡ് അല്ല, ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പം ഇവിടെ ഹൈഡ്രജൻ -1 അല്ല, ഇവിടെ ഹൈഡ്രജൻ ഏതാണ്? +1 ആണ്. ഓക്സിജൻ -2, സോഡിയം +1, +1 +1 +2. അപ്പോൾ ഓക്സിജൻ -2 വരണ്ടേ?
That is sodium hydroxide. അപ്പോൾ ആരാണ് ഹൈഡ്രൈഡ് ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞാൽ? ഹൈഡ്രൈഡ്സ് ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ബൈനറി കോമ്പൗണ്ട്സ്. ആരെ? ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രോജൻ വിത്ത് മെറ്റൽസ്. ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രോജൻ വിത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റലുകളുമായി ഹൈഡ്രോജൻ ഉണ്ടാക്കുന്ന ബൈനറി കോമ്പൗണ്ട്സ്. അതിലാകെ 2 എലമെന്റ് ഉണ്ടാവാൻ പാടുള്ളൂ. ബൈനറി കോമ്പൗണ്ട് 2 എലമെന്റ്സ് ഉള്ള കോമ്പൗണ്ടുകളാണ്. ഇവിടെ 2 എലമെന്റേ ഉള്ളൂ. ഒന്ന് സോഡിയം ആണ്, ഒന്ന് ഹൈഡ്രോജൻ ആണ്. ഇവിടെയും 2 എലമെന്റേ ഉള്ളൂ. ആറ്റം അല്ല, ഹൈഡ്രോജന് 2 ആറ്റം ഉണ്ട്, അത് വിട്ടേ. പക്ഷെ 2 എലമെന്റേ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് ഹൈഡ്രോജനും അടുത്ത് കാൽഷ്യവും. അതേസമയം ഇവിടെ 3 എലമെന്റ് ഉണ്ട്. ഒന്ന് ഹൈഡ്രോജൻ ആണ്, ഒന്ന് സോഡിയം ആണ്, ഒന്ന് ഓക്സിജൻ ആണ്. അപ്പോൾ മെറ്റലും ഹൈഡ്രോജനും മാത്രമുള്ള മെറ്റലിന്റെയും ഹൈഡ്രോജന്റെയും ബൈനറി കോമ്പൗണ്ടുകളാണ് hydrides of metals, and in such compounds hydrogen exhibit -1 state, and in all other compounds hydrogen show +1 state. കൺഫ്യൂഷൻ ആവശ്യമില്ല. ഇതല്ലാത്ത ഇത്തരം മെറ്റൽ ആയിട്ടുള്ള ബൈനറി ഹൈഡ്രൈഡുകൾ അല്ലാത്ത ബാക്കി എല്ലായിടത്തും ഹൈഡ്രോജൻ +1 കൊടുത്തോളണം. ഓക്കെ, യെസ്. അടുത്തത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആര്? ഓക്സിജൻ. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഓക്സിജൻ ഷോസ് -2 in majority of its compounds. അവന്റെ ഭൂരിഭാഗം കോമ്പൗണ്ട്സിലും ഓക്സിജന്റെ ഭൂരിഭാഗം കോമ്പൗണ്ട്സിലും -2 സ്റ്റേറ്റ് ആണ് അവൻ കാണിക്കുന്നത്. ഓക്കെ, ബട്ട് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇറ്റ് ഷോസ് -1 in peroxides, -0.5 in superoxides, and -1/3 in ozonides. It shows -2 in majority of its compounds, -1 in peroxides, -0.5 in superoxides, and -1/3 in ozonides. നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. മെജോറിറ്റി ഓഫ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്നാണ് എക്സാമ്പിൾ നോക്കേണ്ട കാര്യമില്ല. ഓക്സിജനെ സംബന്ധിച്ച് ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്, അതിലൊക്കെ -2 ആണ്. എക്സെപ്ഷൻസ് ആ മനസ്സിലാക്കേണ്ടത്. -1 in peroxides. Let's take some examples. Say Na2O2. നിങ്ങൾ ഓൾറെഡി പഠിച്ചു. സോഡിയം ഏത് സ്റ്റേറ്റാണ് കാണിക്കാം? +1. അപ്പോൾ 2 സോഡിയം +2. അപ്പോൾ ഇതിന് 2 ഓക്സിജനും കൂടെ -2. അപ്പോൾ ഒരു ഓക്സിജൻ ഏതാ സ്റ്റേറ്റ്? -1. കാരണം സോഡിയം എക്സിബിറ്റ്സ് +1 in all its compounds ഓൾറെഡി പറഞ്ഞു. സോ സോഡിയം +1 ആണെങ്കിൽ ഓരോ ഓക്സിജനും -1 ആണ്. അപ്പോൾ ഇതിന്റെ പേര് ഓക്സൈഡ് എന്നല്ല, ഇതിന്റെ പേര് പെറോക്സൈഡ് എന്നാണ്. സോ പെറോക്സൈഡുകളിൽ ഓക്സിജൻ ഏത് സ്റ്റേറ്റ് കാണിക്കും? -1 സ്റ്റേറ്റ്. എന്നാൽ വേറൊരു കോമ്പൗണ്ട് BaO2. Barium is an alkaline earth metal, so that exhibits +2 state. So the oxidation state of oxygen atom, so each oxygen is -1. There are 2 oxygen atoms, so total negative is -2. Okay, so oxidation state of oxygen is -1, means that is a peroxide, which is called as barium peroxide. മറ്റൊന്ന് നിങ്ങൾക്കറിയാം, ഹൈഡ്രോജൻ പെറോക്സൈഡ് H2O2. ഹൈഡ്രോജൻ പെറോക്സൈഡിൽ ഹൈഡ്രോജൻ +1, സോ ഓക്സിജൻ ഏത് സ്റ്റേറ്റ്? -1 സ്റ്റേറ്റ്. ഹൈഡ്രോജൻ +1 ആണ്, കാരണം മെറ്റൽ ഹൈഡ്രൈഡ് അല്ലാത്തതിലൊക്കെ ഹൈഡ്രോജൻ +1 അല്ലേ? അപ്പോൾ ഓക്സിജൻ നിർബന്ധമായിട്ടും -1 ആയിരിക്കണം, എന്നാലേ ടോട്ടൽ 0 കിട്ടുള്ളൂ. ഓക്കെ, എന്നാലേ -0.5 in superoxides. ഞാൻ ചില എക്സാമ്പിൾസ് പറയാം. KO2 പൊട്ടാഷ്യം സൂപ്പർ ഓക്സൈഡ്. വളരെ കുറഞ്ഞ പെറോക്സൈഡ്സും സൂപ്പർ ഓക്സൈഡ്സും ഒക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോട്ട് ചെയ്താൽ മതി. പൊട്ടാഷ്യം സൂപ്പർ ഓക്സൈഡ് KO2. എന്തേ ഇതിൽ പൊട്ടാഷ്യം ഏത് സ്റ്റേറ്റാണ് കാണിക്കുക? പൊട്ടാഷ്യം എക്സിബിറ്റ്സ് +1 സ്റ്റേറ്റ്. അല്ല, ആൽക്കലി മെറ്റലാണ്. അപ്പോൾ 2 ഓക്സിജനും കൂടെ -1. So each oxygen gets -1/2. There are 2 oxygen atoms. Total negative is -1. അപ്പോൾ ഓരോ ഓക്സിജനും എത്ര ചാർജ് വന്നു? -1/2 അല്ലേ? So that is called as potassium superoxide. Another example, പൊട്ടാഷ്യം പോലെ സൂപ്പർ ഓക്സൈഡ് ഉണ്ടാക്കുന്ന ആളാണ് റുബീഡിയം സൂപ്പർ ഓക്സൈഡും സീഷ്യം സൂപ്പർ ഓക്സൈഡും. ഇത് മൂന്നും പഠിച്ചേക്കാം. പൊട്ടാഷ്യം സൂപ്പർ ഓക്സൈഡ്, റുബീഡിയം സൂപ്പർ ഓക്സൈഡ് ആൻഡ് സീഷ്യം സൂപ്പർ ഓക്സൈഡ്. ഓസോണൈഡ് ഒരു കോമ്പൗണ്ട് റുബീഡിയത്തിന്റെ ഓസോണൈഡ് RbO3.
ഏതാ റുബീഡിയത്തിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൽക്കലി മെറ്റൽ +1. സോ 3 ഓക്സിജനും കൂടെ -1. അപ്പോൾ ഓരോ ഓക്സിജന്റെയും ചാർജ് -1/3. അപ്പോൾ ഇതാണ് -2 അല്ലാത്ത ഓക്സിജന്റെ മറ്റ് നെഗറ്റീവ് സ്റ്റേറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇറ്റ് ഷോസ് -1 in peroxides and I have given some examples for peroxides. Okay, say sodium peroxide, barium peroxide, hydrogen peroxide, and some superoxides, potassium superoxide, rubidium superoxide, cesium superoxide, and in superoxides oxygen exhibit -1/2 and it shows -1/3 in ozonides. Yes, അടുത്തത് ഓക്സിജൻ ഏതെങ്കിലും പോസിറ്റീവ് സ്റ്റേറ്റ് കാണിക്കാറുണ്ട് ശ്രദ്ധിക്കുക. ഓക്സിജന്റെ ഫ്ലൂറൈഡുകൾ OF2, അതേപോലെ OF2 and O2F2. ഏതാ OF2 ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഫ്ലൂറിൻ. നേരത്തെ റൂൾ പഠിച്ചു, ഫ്ലൂറിൻ എല്ലാം ഇപ്പോഴും -1 കാണിക്കാം. ഇപ്പൊ 2 ഫ്ലൂറിൻ -2, അപ്പോൾ ഓക്സിജൻ ഏതാ സ്റ്റേറ്റ്? +2. അതേപോലെ ഫ്ലൂറിനുള്ള -1 because fluorine shows -1 in all its compounds. So 2 ഫ്ലൂറിൻ ആറ്റം -2, അപ്പോൾ ഓരോ ഓക്സിജൻ ആറ്റവും +1, 2 ഓക്സിജൻ ഉണ്ട്, ടോട്ടൽ 0. ഓക്കെ, അതേപോലെ മറ്റൊന്നുകൂടെ ഉണ്ട് O2PTF6. നമുക്ക് NCERT നോബൽ ഗ്യാസസിന്റെ കോമ്പൗണ്ടിന്റെ പ്രിപ്പറേഷനിൽ ആദ്യഘട്ടത്തിൽ ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്ത കോമ്പൗണ്ടാണ് XCPTF6, നീൽ ബാർട്ട്ലെറ്റ് അല്ലേ? അദ്ദേഹം ഈ കോമ്പൗണ്ടായിട്ടുള്ള സിമിലാരിറ്റി ഒബ്സർവ് ചെയ്തുകൊണ്ട് അത് പ്രിപ്പയർ ചെയ്ത. ആൻഡ് ഇൻ ദിസ് കോമ്പൗണ്ട് O2 molecule excesses O2+ and PTF6-. അപ്പോൾ എത്രയാ ഓരോ ഓക്സിജന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്? O2PTF6 2 ഓക്സിജനും കൂടിയാ +1. സോ ഓരോ ഓക്സിജന്റെ സ്റ്റേറ്റ് +1/2 ആണ്. സോ ഓക്സിജൻ പോസിറ്റീവ് സ്റ്റേറ്റ്സ് കാണിക്കുന്ന 3 കേസുകളാണ് ഉള്ളത്. അപ്പോൾ പറയേണ്ട ഇറ്റ് ഷോസ് +1 in O2F2, +2 in OF2 and +1/2 in O2PTF6. പോസിറ്റീവ് സ്റ്റേറ്റ് കാണിക്കുന്ന മറ്റ് നോൺ കോമ്പൗണ്ട്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചാൽ മതി. ഓക്സിജൻ ഷോസ് +1 in O2F2 and it shows +2 in OF2 and +1/2 in O2PTF6. യെസ്, അടുത്ത നിങ്ങൾക്ക് അറിയാവുന്ന റൂളാണ്. സേ ഒരു കോമ്പൗണ്ട് എടുത്താൽ, ഉദാഹരണം H2SO4, സം ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ഓൾ ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ എത്ര വരാം? 0. എന്ന് പറഞ്ഞാൽ 2 into ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രോജൻ പ്ലസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ പ്ലസ് 4 into ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എത്ര വരും? 0. എല്ലാ ആറ്റങ്ങളുടെയും ഈ കോമ്പൗണ്ടിലെ മോളിക്യൂളായത് ഇതിലെല്ലാ ആറ്റങ്ങളുടെയും ഓക്സിഡേഷൻ നമ്പറിന്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ റൂൾ ആയിട്ട് വേണം എഴുതാം. സം ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ഓൾ ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ is equal to 0. Okay, sum of oxidation numbers of all the atoms in a molecule is equal to 0. അതേസമയം ഒരു പോളി അറ്റോമിക് അയോൺ ആണെങ്കിലോ Cr2O7 2- dichromate ion, that is a polyatomic ion. So here you can write 2 into oxidation number of chromium plus 7 into oxidation number of oxygen equal to 0 alla charge on the ion -2. So sum of oxidation numbers of all the atoms in a polyatomic ion is equal to charge on the ion. Agane sum of oxidation numbers of all the atoms in a polyatomic ion is equal to charge on the ion. അതേസമയം sum of oxidation numbers of all the atoms in a molecule is equal to 0.